നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനം. നാളെ മുതൽ രാത്രികാല കർഫ്യൂ നിലവിൽ വരും. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്ക് വർക്ക് ഫ്രം ഹോം പുനരാരംഭിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 2 ആഴ്ചത്തേക്കാണ് നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. രാത്രികാല കർഫ്യൂ നടപ്പാക്കുവാനും വർക്ക് ഫ്രം ഹോം തിരികെ കൊണ്ടുവരുവാനുമാണ് തീരുമാനം. രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി വരെയാണ് കർഫ്യൂ ഏർപ്പെടുത്തുക. വർക്ക് ഫ്രം ഹോം സംവിധാനം പ്രോത്സാഹിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല. ഓൺലൈൻ ക്ലാസുകൾക്ക് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. ഷോപ്പിംഗ് മാളുകളും തിയേറ്ററുകളും രാത്രി 7 മണി വരെ മാത്രമാണ് പ്രവർത്തിക്കുക. എന്നാൽ പൊതുഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. പൊതുയിടങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉന്നതതല യോഗത്തിൽ പോലീസ് മുന്നോട്ട് വച്ചിരുന്നു. ഈ നിർദ്ദേശങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന കോവിഡ് കോർ കമ്മിറ്റി യോഗം അംഗീകരിച്ചതോടെയാണ് നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നത്. ചീഫ് സെക്രട്ടറിക്ക് പുറമെ വിവിധ വകുപ്പുകളിലെ മേധാവികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. വിഷയത്തിൽ നമ്മോടൊപ്പം ഡോക്ടർ മനുരാജ്, ഡോക്ടർ ഷമീർ കോഴിക്കോട് നിന്നും, ഡോക്ടർ SS ലാൽ, അറമേക്കാവ് രാജേഷ്, ഒപ്പം തന്നെ ആനന്ദ് കൊച്ചുകൂടി എന്നിവർ വിവിധ ഇടങ്ങളിൽ നിന്നും. ആദ്യം ഡോക്ടർ മനുരാജ്, ഈ രണ്ടാം വ്യാപനത്തെ വല്ലാതെ ഭയക്കുന്നുണ്ടെന്ന് തോന്നുന്നു. രണ്ടാം വ്യാപനം ശരിക്കും ഭയക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു തരംഗം സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്ത് ലോകശ്രദ്ധ പിടിച്ചു പറ്റുകയും അത്യാവശ്യം കൈയടി മേടിക്കുകയും ചെയ്തൊരു രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷേ രണ്ടാം വരവിൽ ഇന്ത്യയുടെ കാലിടറുന്നതായിട്ട് വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിലാട്ടെ, UP-യിലാട്ടെ, ഇങ്ങ് തെക്ക് കേരളം, കർണാടക, നടുക്ക് മഹാരാഷ്ട്ര, ഇത്രയും സംസ്ഥാനങ്ങൾ ഓൾറെഡി അത് ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതിൽ കൃത്യമായിട്ടൊരു ഡേറ്റ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് അതിനേക്കാളും ഭയാനകമായ ഒരു കാര്യം. ഒരു രാജ്യത്ത് ഒരു രണ്ടാമത്തെ ഒരു വേവ് വന്നപ്പോൾ അതിൽ എന്താണ് കാരണമെന്നുള്ളത് ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഇരട്ടിത്തപ്പുകയാണ്. അങ്ങനെ ഒരു തെളിവില്ലാതെ നിൽക്കുമ്പോൾ പുതിയ സ്ട്രെയിനുകളാണോ, നേരത്തെ വരാതിരുന്നവർക്ക് വന്നതാണോ എന്നൊന്നും വ്യക്തമായ ഒരു ഡേറ്റ, ഒരു ജീനോമിക് സർവിലൻസ് ഇല്ലാത്തതാണ് എന്നെ സത്യം പറഞ്ഞാൽ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഡോക്ടർ ഷമീർ ഉൾപ്പെട്ട സംഘമാണല്ലോ മുഖ്യമന്ത്രിയെ പോലും ചികിത്സിച്ചത്. ഇപ്പോൾ വരുന്ന രോഗികളിൽ ഒന്നാം ഘട്ട രോഗികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വ്യത്യാസമുണ്ടോ? ICMR വിലയിരുത്തുന്നത് 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. പക്ഷേ അതിതീവ്രമായിട്ടുള്ള ഒരു വേരിയൻ്റ് അല്ല രണ്ടാം വ്യാപനത്തിൽ കാണുന്നത് എന്നാണ്. അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ടോ ഡോക്ടർ ഷമീർ? ഇല്ല, ഇവിടെ രോഗത്തിന്റെ പാറ്റേണിൽ അങ്ങനെ വലിയൊരു വ്യത്യാസം ഇവിടെ കണ്ടിട്ടില്ല. ഏതാണ്ട് പഴയ പോലെ തന്നെയാണ് ലക്ഷണങ്ങളും. അതേപോലെ തന്നെ സങ്കീർണതകൾ കാണുന്നതെല്ലാം കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്. ആകെയുള്ള ഒരു വ്യത്യാസം നമ്പർ കൂടി എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ തവണ നമുക്ക് കുറച്ചും കൂടി സാവകാശം കിട്ടിയിരുന്നു. അപ്പൊ നമുക്കിപ്പം കുറച്ച് ഗുരുതരമായ സ്ഥിതിയിൽ വരുന്ന രോഗികൾ കുറച്ച് ഇങ്ങനെ ഓരോ ദിവസം 2-3 എന്നുള്ള രീതിയിലാണെങ്കിൽ ഇപ്പൊ ഒരു ദിവസം തന്നെ ഒരു 10-15 പേര് ഒന്നിച്ച് വരുന്ന ഒരു പാറ്റേണിലേക്ക് മാറി. അപ്പൊ നമുക്ക് കഴിഞ്ഞ പോലെ ഒരു സാവകാശം കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ സമൂഹത്തില് വ്യാപിച്ചതിന്റെ എണ്ണത്തിന്റെ ഒരു തോത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ശതമാനം സ്വാഭാവികമായിട്ട് കഴിഞ്ഞ പോലെ തന്നെ വരികയാണെങ്കിലും നമുക്ക് സിക്കായ പേഷ്യൻസിന്റെ എണ്ണം കൂടും. അല്ലാത്ത രീതിയിൽ ഒരു വലിയൊരു മാറ്റം നമുക്ക് ഇതുവരെ കാണാൻ പറ്റി. സിംറ്റംസിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ് ICMR പറയുന്നത്. ഈ തവണ ശ്വാസതടസ്സം കൂടുതലാണ് അത്രേ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ICU ഒക്കെ നമുക്ക് കൂടുതലായി വേണ്ടി വരും. ഡോക്ടർ ഷമീർ, അങ്ങനെ ഉണ്ടോ ഡോക്ടർ? ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ക്രിട്ടിക്കൽ കെയർ മാനേജ്മെൻറ്റിൽ ഡോക്ടർ ബീബോട് സംസാരിക്കുമായിരുന്നു. രോഗലക്ഷണങ്ങളിൽ കാര്യമായ വ്യത്യാസം ആരും തന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ICMR അങ്ങനെ പറഞ്ഞു എന്നുള്ളത് പത്രത്തിലും വായിച്ചിരുന്നു. ഈ കോവിഡ് രോഗികളുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒരു കാഴ്ചപ്പാടിൽ താരതമ്യേന പ്രായം കുറഞ്ഞ രോഗികൾ വരുന്നുണ്ട്. നേരത്തെ നമുക്ക് ആദ്യത്തെ വേവിൽ ഉണ്ടായിരുന്നതിൽ 90% മേലെയും മുതിർന്ന പൗരന്മാരായിരുന്നു. അവർക്കൊക്കെ തന്നെയും എന്തെങ്കിലും ഒരു കോമോബിഡിറ്റി, മറ്റു അസുഖങ്ങൾ, ഡയബറ്റീസോ ഹൃദ്രോഗമോ അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടാവും. ഇപ്പോൾ കാണുന്നത് പ്രായമുള്ളവരിലും പ്രായം കുറഞ്ഞവരിലും കോമോബിഡിറ്റികൾ, അതായത് മറ്റു അസുഖങ്ങൾ ഇല്ലാതെ വരുന്ന രോഗികളുടെ അനുപാതം കൂടിയിട്ടുണ്ട്. അപ്പോൾ പ്രായം കുറഞ്ഞ രോഗികൾ വരുന്നു, പ്രായം കുറഞ്ഞ രോഗികൾ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു.
മറ്റ് രോഗങ്ങളില്ലാത്തവരിൽ രോഗം വരുന്നു. ഈ 2 വ്യത്യാസങ്ങളാണ് അവർ കണ്ടിരുന്നത്. പിന്നെ ഇന്ത്യയിലെ മറ്റ് പല ICUകളിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് കുട്ടികൾ ഗുരുതരമായി വരുന്ന തോത് വളരെ നേരിയതായിരുന്നെങ്കിലും എല്ലാ ICUയിലും 1 അല്ലെങ്കിൽ 2 കുട്ടികൾ വെന്റിലേറ്ററിലും മറ്റും എത്തുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് കണ്ടു തുടങ്ങുന്നു. ഒരു റൈസിംഗ് ട്രെൻഡ് ഓഫ് ഗുരുതരമായ കുട്ടികളുടെ അസുഖവും ചെറിയ തോതിൽ കൂടുന്നതായിട്ട് പല സ്ഥലത്തുനിന്ന് റിപ്പോർട്ട്. ഇപ്പോൾ ICMRന്റെ തന്നെ വിലയിരുത്തലിൽ ആദ്യഘട്ടത്തിൽ നമുക്ക് ഈ തൊണ്ടയിൽ വരൾച്ച, മണം കിട്ടായിക, ടേസ്റ്റ് ഇല്ലായിക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെയല്ല. ഈ ശ്വാസതടസ്സം പക്ഷേ പ്രധാനമായും കണ്ടുവരുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിലെ ഒരു സുഹൃത്തുമായി സംസാരിച്ചു. അയാൾക്ക് ഒരു സിംറ്റവും ഇല്ല. ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നു, എഴുന്നേറ്റ ഉടനെ തന്നെ കുഴഞ്ഞു വീഴുന്നു. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കുഴഞ്ഞു വീണ് കഴിഞ്ഞതിന് ശേഷം ബോധം പോകുന്നതിന് മുമ്പ് ഭാഗ്യവശാൽ ആ വാതിലിൻ്റെ അടുത്തേക്ക് എഴഞ്ഞു പോയി ആ വാതിൽ തുറക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴോ കംപ്ലീറ്റ് ന്യൂമോണിയ, 100 എന്ന് വെച്ചാൽ അതിഗുരുതരമായ വിധത്തിൽ ന്യൂമോണിയ ബാധിച്ചിരിക്കുന്നു. ഒരു സിംറ്റവും ഇല്ലാത്തവർക്ക് അതിഗുരുതരമായ രീതിയിലുള്ള ന്യൂമോണിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അല്ല, ഇതിന് മുമ്പും മറ്റുള്ള രോഗികളും കണ്ടിരുന്നതാണ് നികേഷ്. കാര്യം ഇവരുടെ എക്സ്റേയിലോ CT സ്കാനിലോ കാണുന്ന അത്രയും ഗുരുതരാവസ്ഥ ഇവർ രോഗലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. അത് ഒരു സൈലൻ്റായിട്ട് ഒരു സൈലന്റ് കില്ലർ പോലെയാണ് കോവിഡ് ന്യൂമോണിയെ പല രാജ്യങ്ങളും ആദ്യം പറഞ്ഞു. ഞാൻ ഡോക്ടറിലേക്ക് മടങ്ങിയത്. ഇപ്പോൾ പറമേക്കാവിൻ്റെ G രാജേഷ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ രാജേഷ്, തൃശ്ശൂർ പൂരം പൊതുജനങ്ങൾക്ക് അനുവദിക്കാത്തത് ഇപ്പോൾ ഏതാണ്ട് തീരുമാനമായി വന്നിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പറമേക്കാവ് ദേവസ്വം ഏറ്റവും പ്രധാനമായും. അല്ല, നമ്മുടെ കോവിഡ് പരത്താണ്ടിരിക്കാൻ RT-PCR ടെസ്റ്റ് ഉള്ളവരെ മാത്രമേ അകത്ത് കയറ്റുള്ളൂ. അല്ല, ഇപ്പോൾ പൊതുജനങ്ങൾ ആകെ ഇല്ലല്ലോ, അങ്ങനെ ഒരു തീരുമാനമായല്ലോ. അല്ല, അത് തീരുമാനമായില്ലോ. എന്താ വെച്ചാൽ പൊതുജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. കോവിഡ് വ്യാപനം ഉണ്ടാവരുത്, അതിനോട് പൂർണ്ണമായിട്ടും യോജിച്ചുകൊണ്ട് നമ്മൾ ആ തീരുമാനത്തിൽ യോജിച്ചു. അപ്പൊ എന്തിലൊക്കെയാണ് നിയന്ത്രണം? നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ വരുന്നത്? ഏതാണ്? എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഇനി ഉണ്ടാകുന്നത്? എങ്ങനെയായിരിക്കും പൂരം? മറ്റേ ഇതെന്താ, പാറമേക്കാവ് ഭഗവതി ഇളഞ്ഞിച്ചോട്ടിൽ വന്നിരുന്നു എന്നാണ് സങ്കല്പം. അപ്പൊ ഇളഞ്ഞിച്ചോട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു എഴുന്നള്ളിപ്പാണ് പാറമേക്കാവിന്റെ. അത് നടത്തണം. എന്താ വെച്ചാൽ ഞങ്ങൾ പൂരപ്പുറപ്പാടിന് 5 ആനയെ വെച്ച് എഴുന്നള്ളിച്ചു ഇളഞ്ഞിച്ചോട്ടിലേക്ക് പോയി. അപ്പൊ പൂരപ്പുറപ്പാടെന്ന് പറഞ്ഞാൽ കൊടിയേറ്റത്തിന്റെ അന്ന്. അപ്പൊ പൂരത്തിന്റെ അന്ന് അതിൽ ചില ചടങ്ങുകളും ചിട്ടകളും ഉണ്ട്. അതിൽ കൂടുതൽ ആനകളെ വെച്ച് വേണം പൂരത്തിന് പോവാൻ. അപ്പോ അത് പിന്നെ നമുക്ക് താന്ത്രിക ചടങ്ങുകളൊക്കെ ഏപ്രിൽ 10-ാം തീയതി തുടങ്ങി. അപ്പൊ പക്ഷെ ഈ പെട്ടെന്ന് കോവിഡ് കൂടിയ കാരണം കോവിഡ് പൊതു നന്മയ്ക്ക് വേണ്ടി RT-PCR ടെസ്റ്റ് ഉള്ളവരെ മാത്രമേ അകത്ത് കയറ്റൂ. വിഷമത്തോടുകൂടിയാണെങ്കിലും പൊതു നന്മ പരിഗണിച്ച് നിങ്ങളും അതിനോട് സഹകരിക്കുകയാണ്. പാറമേക്കാവ് ദേവസ്വവും അതിനോട് സഹകരിക്കുക. തീർച്ചയായിട്ടും. ഇന്ന് ഒരു ഹൈ ലെവൽ മെഡിക്കൽ ടീമിനെ സർക്കാർ അപ്പോയിന്റ് ചെയ്തിരുന്നു. മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു ഹെഡ് ചെയ്ത്. അവർ ഞങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു 2 ഡോസ് വാക്സിനേഷൻ അല്ലെങ്കിൽ RT-PCR അതിൽ നിന്നും പിന്മാറരുത്. അപ്പൊ ഞങ്ങളെ പൂർണ്ണമായിട്ടും അതിനോട് യോജിച്ച് സർക്കാർ പറഞ്ഞ എല്ലാ തീരുമാനങ്ങളോടും 100% കംപ്ലയൻസ്. നിങ്ങളെ അഭിനന്ദിക്കുന്നു. അക്കാര്യത്തിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. 2 ദേവസ്വങ്ങളെയും ആ പൂരം ഭാരവാഹികളെ, പൂരം നടത്തിപ്പുകാരായ എല്ലാവരെയും അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. ശ്രീ രാജേഷ്, സാധാരണഗതിയിൽ ക്ഷാമകാലത്ത്, യുദ്ധകാലത്തൊക്കെ തന്നെയും ഈ പൂരം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ വിവേകപൂർണമായിട്ടുള്ള നടപടികൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ ഇങ്ങോട്ടുള്ള നിർദ്ദേശമായിരുന്നു അതോ നിങ്ങൾ അങ്ങോട്ട് നിർദ്ദേശിച്ചതാണോ? അല്ല, അത് ഞങ്ങൾ പറഞ്ഞൊരു ഹൈ ലെവൽ മെഡിക്കൽ ടീം രൂപീകരിച്ചു. അപ്പൊ അവർ ഈ കോവിഡിന്റെ ഉണ്ടാക്കുന്ന പ്രോബ്ലംസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വി ആർ കൺവിൻസ് ഞങ്ങൾ അതിന്റെ പൊതുനന്മ ആലോചിച്ച് ഒരു വ്യാപനത്തിനുള്ള ഒരു കാരണവും ചെയ്യരുത് എന്നുള്ളൊരു തീരുമാനത്തിനോട് 100% യോജിച്ചു. ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടെയുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, വ്യാപനം കൂടിക്കഴിഞ്ഞാൽ ICUയിലും വെന്റിലേറ്ററിലൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കൂടുതൽ വ്യാപനം വന്നാൽ ആൾക്കാർ മരിക്കാൻ ഒരു കാരണമാവും. അപ്പൊ വി ഡോണ്ട് വോണ്ട് ടു ഹാവ് ബ്ലഡ് ഇൻ അവർ ഹാൻഡ്സ്. അപ്പൊ ഞങ്ങൾക്ക് ഒരിക്കലും തൃശ്ശൂർ പൂരം നടത്തിയിട്ട് ഒരു കോവിഡ് വ്യാപനോ അതിനെ തുടർന്ന് ആൾക്കാർക്ക് വെന്റിലേറ്ററോ ഇത് ഇല്ലാത്തൊരു പ്രോബ്ലം ഉണ്ടാക്കരുതെന്ന്
ഉള്ള മൈൻഡ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു തീരുമാനത്തോടു കൂടിയിട്ടാണ് ഇത്തരം തീരുമാനം എടുത്തത്. അപ്പൊ നമുക്ക് നവദൃശ്യ മാധ്യമങ്ങളിൽ ഇത് തത്സമയം കാണാമല്ലോ. പൂരമില്ല എന്നില്ലല്ലോ, പൂരമുണ്ട്. പൂരമുണ്ട്. ജനങ്ങൾക്കും പബ്ലിക്കിനും അതുപോലെ തന്നെ പൂരത്തിനോട് താല്പര്യമുള്ളവർക്കും ഭക്തജനങ്ങൾക്കും വിഷ്വൽ മീഡിയയിൽ കൂടെ കാണാവുന്നതാണ്. അതെ, ഞങ്ങളൊക്കെ കാണിക്കും. അത് യാതൊരു വോയിസ് ഓവറിന്റെ ശല്യം ഇല്ലാതെ തത്സമയ ദൃശ്യങ്ങളായി ഞങ്ങൾ കാണിച്ചിരിക്കും. ദൃശ്യങ്ങളെ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സന്തോഷമായിട്ട് വീട്ടിലിരുന്നത് കണ്ട് ആസ്വദിക്കാം. ഈ കുടമാറ്റ സമയം വെട്ടിച്ചുരുക്കുമെന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ദൃശ്യഭംഗിയെ ബാധിക്കുക? അല്ല, അതിപ്പോ നമുക്ക് എല്ലാത്തിലും കയറി ഒരു ഇതുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താ പറയുക, ഒരു കോൺട്രവേഴ്സി. അപ്പൊ ചില ചടങ്ങുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ആ സ്റ്റൈലിൽ പോവാം. കുടമാറ്റത്തിന്റെ എണ്ണത്തിന് ഞങ്ങൾ കുറച്ചു. അതുപോലെ തന്നെ സാമ്പിൾ വെടിക്കെട്ട് വെറും ഒരൊറ്റ ഗുണ്ട് അല്ലെങ്കിൽ കുഴിമിന്നിൽ പൊട്ടിച്ച് അതൊരു സിംബോളിക്കായിട്ട് നടത്താനാണ് തീരുമാനിച്ചത്. അതുപോലെ വലിയൊരു ആൾക്കൂട്ടം വരുന്നതാണ് ഈ ചമയ പ്രദർശനത്തിന്. അത് പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെച്ചു. അതുപോലെ തന്നെ പൂരം കഴിഞ്ഞ പിറ്റേ ദിവസം 10-15,000 ആൾക്കാരിൽ കൂടുതൽ ഭക്തർ ഇവിടെ വന്ന് കഞ്ഞി കുടിക്കുക എന്നുള്ളൊരു ഇതുണ്ട്, അതും വേണ്ടാന്ന് വെച്ചു. അപ്പൊ പൊതു നന്മ മുന്നിൽ കണ്ടുകൊണ്ട് ജനം വരുന്ന എല്ലാ കാര്യങ്ങളും വെട്ടിച്ചുരുക്കി തീരുമാനമെടുത്തത്. അപ്പോൾ അത് മാത്രമല്ല, നമുക്കറിയാം സാമ്പിൾ നടത്തിയ ദിവസവും പോലീസിന് ടൗൺ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അത് കാരണമാണ് സാമ്പിളിന് അന്ന് വെടിക്കെട്ട് വേണ്ടാന്ന് വെച്ച്. അപ്പോൾ പോലീസിനും വലിയൊരു സ്ട്രെയിൻ വരരുത് എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഈ പൂരത്തിന്റെ ചടങ്ങുകൾ മാത്രം നന്നായിട്ട് നടത്തുക. ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. എന്താ വെച്ചാൽ പോലീസിലും ഒരു 4,000 ആളെ ഒരു ദിവസം കൂട്ട് ഡിപ്ലോയ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ സ്ട്രെയിനും സ്ട്രെസ്സും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ മറ്റേ ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കരുത്. അപ്പം എല്ലാം കൂടി അവർക്ക് ഒരു 10-24 മണിക്കൂറോടുകൂടി അവർക്ക് എല്ലാം അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ സാമ്പിൾ വെടിക്കെട്ട് കുഴിമിന്നൽ മാത്രമാണെങ്കിലും വെടിക്കെട്ട് ഗംഭീരമായി തന്നെ നടക്കും. അത് രാത്രിയാണ്. അത് എൻ്റെ ആ സമയത്ത് പോലീസിന് അപ്പൊ നമുക്ക് അല്ലെങ്കിൽ 72 മണിക്കൂർ ടൗൺ ചെറുകയും അതിന് ടൗണിൽ ആൾ ഇരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ്. അത് പൊതുജനത്തിന് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുപോലെ തന്നെ പോലീസിന് ബുദ്ധിമുട്ടുണ്ടാവും, ജില്ലാ ഭരണകൂടത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ 2 ദിവസം മുമ്പുള്ള സാമ്പിൾ എടുക്കട്ട് പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെച്ചു. അതുപോലെ തന്നെ തലേ ദിവസമുള്ള ചമയ പ്രദർശനവും വേണ്ടാന്ന് വെച്ചു. എന്താ വെച്ചാൽ ഈ ചമയ പ്രദർശനത്തിന് പൂരത്തിനേക്കാൾ കൂടുതൽ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുക. 40-50 ആനകളും ഉണ്ടാവും. ഇതിനു മുമ്പുള്ള ആൾക്കൂട്ടം വന്ന് തടിക്കും. അപ്പൊ അന്നും പിന്നെ വലിയ പോലീസിന്റെ ആവശ്യം വരുമ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ 2 പരിപാടികളും പൂർണ്ണമായിട്ട് വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഒരൊറ്റ ദിവസം കൊണ്ട് പാർമേക്കാവിലെ അമ്മയുടെ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള എഴുന്നള്ളിപ്പ് ഭംഗിയായിട്ട് നടത്തണം. അതിൽ ടോട്ടൽ കൺട്രോളോട് കൂടിയിട്ട് 2 വാക്സിനേഷനോ അതോ RT-PCR നെഗറ്റീവ് ഉള്ളവരെ മാത്രം കയറ്റിക്കൊണ്ട് ഫുൾ ലൈവ് ടെലികാസ്റ്റിൽ നടത്താനാണ് നമ്മുടെ തീരുമാനം. വെടിക്കെട്ടും ടെലികാസ്റ്റ് ചെയ്യാനാണോ അതോ വെടിക്കെട്ട് പിന്നെ എങ്ങനെയാണ് ആളുകൾക്ക്? വെടിക്കെട്ട് അങ്ങനെ ഒരു ലൈവ് ടെലികാസ്റ്റിന് പൊതുജനത്തിന് അങ്ങനെ ഒരു താല്പര്യമില്ല. അത് കാരണം അത് ടെലികാസ്റ്റ് ചെയ്യില്ല. ഏറ്റവും കൂടുതൽ ടെലികാസ്റ്റ് ചെയ്യാൻ നമ്മുടെ പാറമേക്കാവ് അമ്മയുടെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള പൂരത്തിനുള്ള എഴുന്നള്ളിപ്പാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഏതാണ്ട് 2-2.5 മണിക്കൂർ തിരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിലുള്ള ഇളഞ്ഞിത്തറ മേളവും. അപ്പൊ വെടിക്കെട്ട് എങ്ങനെയാണ് ആളുകൾ കാണുകയാണോ അതോ കേട്ടാ മതിയെന്നാണോ? അതിപ്പോ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില പ്രത്യേക തീരുമാനങ്ങളും അതിനോട് എല്ലാവരും യോജിക്കണം. അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഈ സമയത്ത്. എന്താ വെച്ചാൽ ഞങ്ങൾ വല്ലാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ ഈ സമയത്ത് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് വല്ലാണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പൊ അതിന് ഉള്ള ആൾക്കാർ കാണട്ടെ. അല്ല, ആൾക്കാരുടെ പങ്കാളിത്തമില്ലെങ്കിലും നല്ല രീതിയിൽ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച സാധനം പൊട്ടിച്ചു കളയണം, അല്ലെങ്കിൽ അതൊരു വേറെ പ്രോബ്ലം ഉണ്ട്. അപ്പോ വെടിക്കെട്ടുണ്ടാവും. ഈ കഞ്ഞി കുടിക്കുന്നത് 24-നാണോ 23-നാണോ? 24 സാധാരണ ഒരു 11 മണിയോടുകൂടി ഒരു 10-10:30 തൊട്ട് വൈകുന്നേരം 4 മണി വരെ ഉണ്ടാവും കഞ്ഞി. അതിന് ഒരു 10-15,000 ആൾക്കാർ കൂടുതൽ പങ്കെടുക്കാറുണ്ട്. അതും വേണ്ടാന്ന് വെച്ചു. ആൾക്കൂട്ടമുണ്ടാവുന്ന എല്ലാ പരിപാടികളും വേണ്ടാന്ന് വെച്ചു. തീരുമാനം പാറമേക്കാവ് 2 ദേവസ്വങ്ങളും തിരുവമ്പാടി പാറമേക്കാവ് 2 ദേവസ്വങ്ങളും സംയുക്തമായി എടുത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ആശയവിനിമയത്തിലൂടെ എടുത്തതാണ്? അതൊരു കൺസെൻസസ് ആയിരുന്നു. പിന്നീട് ഇപ്പൊ ഞാൻ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ അറിഞ്ഞത് തിരുവമ്പാടി എന്തോ ഒരു കാരണവശാൽ ഒരു ആന പുറത്തേ ഉള്ളൂ എന്നാണ്
അവരിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനെ കുറിച്ച് എനിക്കറിയില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഒരു കൺസെൻസസ് ഉണ്ട്. അങ്ങനെ പാപ്പാന്മാർക്ക് RT-PCR വേണം എന്നുള്ളത് ബുദ്ധിമുട്ടായോ നിങ്ങൾക്ക്? അത് ബുദ്ധിമുട്ടാണ്. അത് കംപ്ലൈ ചെയ്യില്ല. എന്ന് വെച്ചാൽ മറ്റേ മെഡിക്കൽ എക്സ്പേർട്സ് പറയുന്ന ഒരു തീരുമാനത്തിനോട് 100% കംപ്ലൈ ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആദ്യ ദിവസങ്ങളല്ലേ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുമോ അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കാൻ പറയുമോ? അല്ല, ആദ്യ ദിവസങ്ങളിൽ തന്നെ DMO അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അല്ലേ? അല്ലല്ല, അതില് ചെറിയൊരു വ്യത്യാസമുണ്ട്. DMO പറഞ്ഞത് പൂരത്തിന് വന്നാൽ 1 ലക്ഷം ആൾ വന്ന 20,000 കോവിഡ് പിടിക്കും. അതിനോടാണ് ഞങ്ങൾക്ക് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നത്. പൂരത്തിന് വന്നാലല്ല, അതിന്ന് വ്യക്തമായിട്ട് ഇന്ന് മെഡിക്കൽ ബോർഡ് ഞങ്ങളോട് പറയേണ്ടായത് പൂരത്തിന് വരണോണ്ടല്ല കോവിഡ് വരുന്നത്. കോവിഡ് ഈ ആൾക്കൂട്ടം എവിടെയെങ്കിലും വന്നാൽ കോവിഡ് വ്യാപനം കൂടാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ഇനി കോവിഡ് കൂടിക്കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്കില്ല. വെന്റിലേറ്റേഴ്സ് അല്ലെങ്കിൽ ICU ഒക്കെ ഏതാണ്ട് ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ആൾക്കാരുടെ ജീവനൊരു ത്രെറ്റ് ഉണ്ട്. അപ്പൊ രണ്ടിനെയും രണ്ടായിട്ട് കാണണം. പൂരത്തിന് വന്നാൽ കോവിഡ് വരും എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ടും പൂര സംഘാടകരെ അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതല്ല, മറ്റേ പൂരത്തിന് വന്ന് വ്യാപനമുണ്ടായി, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വെന്റിലേറ്ററോ ICU ഇല്ലാത്തതുകൊണ്ട് ഡെത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൺവിൻസ് ചെയ്തപ്പോൾ അതിന് ഞങ്ങൾ കൺവിൻസ് ആണ്. അപ്പൊ അതിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. അപ്പൊ അത് കാരണമാണ് ഞങ്ങൾ ഈ എല്ലാം സർക്കാർ പറഞ്ഞ നിബന്ധനകൾ തയ്യാറായത്. ഈ ആചാരോ അനുഷ്ഠാനമോ ഒന്നും വേണ്ടെന്ന് വെക്കുന്നില്ല. പൂർണ്ണമായും ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുജനങ്ങൾ അത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് കാണാലോ. അപ്പൊ പൊതുജനത്തിന് എല്ലാ ചടങ്ങുകളും ഭംഗിയായിട്ട് തന്നെ ഇതിൽ കൂടെ കാണാം. TV-യിലും നമുക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. ഈ പൂരപ്രേമികളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടോ ഇപ്പോഴും? അതിപ്പോ ഞാൻ പറയട്ടെ, എല്ലാവരെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. കുറെ പേര് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കുറെ പേര് ഡിസാറ്റിസ്ഫൈഡ് ആവും. അപ്പൊ പൊതു നന്മ ആലോചിച്ച് ഒരു ബാലൻസ് ഡിസിഷൻ എടുക്കണം. 2 എക്സ്ട്രീം ഡിസിഷൻസിൽ പോവുക എന്നുള്ളത് മണ്ടത്തരായിരിക്കും. തീർച്ചയായും നിങ്ങൾ ലീഡർഷിപ്പിലുള്ളവരാണ് അത് ചെയ്യേണ്ടത്. നിങ്ങൾ യുക്തിപൂർവ്വം, നിങ്ങൾ ബുദ്ധിപൂർവ്വം, വിവേകപൂർവ്വം അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ 2 ദിവസങ്ങൾക്കും, ഒപ്പം തന്നെ പൂരത്തിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും. നന്ദി ശ്രീ. താങ്ക് യു വെരി മച്ച്. നിങ്ങളും പറയേണ്ടത് എന്താ വെച്ചാൽ ഇനി ആൾക്കാരെ കേട്ടാത്തൊരു പൂരം എന്ന് പറഞ്ഞ നെഗറ്റീവ് റിപ്പോർട്ടിംഗ് ഉണ്ടാവരുത്. എപ്പോഴും പറയേണ്ടത് എന്താ വെച്ചാൽ ആൾക്കാർ കയറ്റാൻ പറ്റാത്തത് ഇന്ന കാരണങ്ങളുണ്ടെന്നും അത് ദേവസ്വങ്ങളുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി പൊതുജനത്തിനോടും പൂരപ്രേമികളോടും ഉണ്ട്. രാജേഷ്, പൂരത്തെ കുറിച്ച് ഒരു ക്രിട്ടിക്കലായിട്ടുള്ള റിപ്പോർട്ടിംഗ് സാധ്യമാണോ? ഇനി ആവുമെങ്കിൽ ചെയ്യാമായിരുന്നു. ആയില്ലല്ലോ. പൂരം അങ്ങനെയല്ലേ പൂരം, അതുകൊണ്ടല്ലേ നമ്മൾ പൂരം എന്ന് വിളിക്കുന്നത്. അതെ, ഗംഭീരായി. അല്ല, പൂരത്തെക്കുറിച്ച് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പൂരത്തെ പൂരം എന്ന് വിളിക്കുന്നത്. പൂരത്തിന് പൂരമായിട്ടേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ അതിനെ ക്രിട്ടിക്കലായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ. വളരെ നല്ല തീരുമാനം ശ്രീ രാജേഷ്. നന്ദി. ആനന്ദ ചൂടി, നമുക്ക് രാജ്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ? അത്രക്ക് ഭീകരമാണോ? 1ാം കോവിഡ് വ്യാപനം കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഇവിടെ മനുരാജ് പറയുകയുണ്ടായി, നമുക്ക് ലോകം തന്നെ നമ്മളെ അഭിനന്ദിച്ച് സംസാരിച്ചിരുന്നു. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ വാക്സിൻ സെൻറ്ററായി മാറി, ഒരു വാക്സിൻ ഡിപ്ലോമസി നമ്മൾ തുടങ്ങി. ഇതൊക്കെ ചെയ്തിട്ട് പോലും ഇന്ത്യ ഇന്നിപ്പോൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. തീർച്ചയായും ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ അവരുടെ പ്ലാനിങ്ങിൽ വന്നിട്ടുള്ള പാകപ്പിഴകളാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇതിൻ്റെ കാരണം. കഴിഞ്ഞ വർഷം ഇതേ സമയത്തൊക്കെ ലോക്ക്ഡൗണും ഒക്കെ കഴിഞ്ഞ് ഇന്ത്യ ഒരു താരതമ്യേന ഭേദപ്പെട്ട നിലയിൽ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ കേസുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകം മുഴുവനും കൂടുന്ന സമയത്തും ഇന്ത്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും കരുതിയത് ഇന്ത്യയിൽ നമ്മൾ ഇത്രയും വലിയ ഒരു ജനക്കൂട്ടം, ഇത്രയും വലിയൊരു പോപ്പുലേഷനുള്ള ഇന്ത്യയിൽ ഇതുപോലെയുള്ള ഇന്ത്യയുടെ മെഡിക്കൽ ഫെസിലിറ്റീസും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. കേരളത്തിലാണ് ഇന്ത്യയിൽ കുറച്ചെങ്കിലും, അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രീസായ അല്ലെങ്കിൽ ഒരുമാതിരി ഈ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ഒന്നും ഇല്ലെങ്കിലും ലാറ്റിൻ അമേരിക്കയിലേക്കാളും ഒക്കെ ബെറ്ററായ സിസ്റ്റം ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. ബാക്കി ഇന്ത്യയിലെ പല നഗരങ്ങളിൽ പോലും ഇന്ത്യയുടെ ഹോസ്പിറ്റൽസ് എല്ലാം വളരെ ഹോസ്പിറ്റൽസിനും ഒക്കെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്തൊക്കെയാണ്? ഓരോ ICU ബെഡിൽ തന്നെ 2 പേര് കിടക്കുന്നു. ഒരു ഓക്സിജൻ സിലിണ്ടറിൻ്റെ തന്നെ വള്ളികൾ പലവരുടെയും മൂക്കിലും ശരീരത്തിലും എത്തുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇന്നിപ്പോൾ ഡൽഹിയിലെ സിറ്റുവേഷൻ എന്താണ്? ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പം കൂടി മുന്നോട്ട് പോയാൽ
ICU വാർഡുകളില്ലാത്ത സ്ഥിതി, വെന്റിലേറ്ററില്ലാത്ത സ്ഥിതി, ആളുകൾ തെരുവിൽ മരിച്ചു വീഴുന്നൊരു സാഹചര്യം പോലും വന്നാൽ അത്ഭുതപ്പെടാനില്ല. ഞാനത് അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ, പക്ഷേ എങ്കിൽ പോലും അത് ആശങ്കയാണ്. തീർച്ചയായും ഉത്തർപ്രദേശിലൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അവിടെയൊക്കെ ജനങ്ങളെ അവിടെ കോവിഡ് വന്ന് മരിച്ച ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ TV-യിൽ കൂടെ കണ്ടു. പല നഗരങ്ങളിലും, ഡൽഹിയിൽ ഉൾപ്പെടെ പല നഗരങ്ങളിലും ഹോസ്പിറ്റൽ ബെഡുകളില്ലാത്ത അവസ്ഥയും ഓക്സിജൻ സപ്ലൈ ഇല്ലാത്ത അവസ്ഥയുമാണ്. ഓക്സിജൻ തന്നെ ഹോസ്പിറ്റലുകൾക്ക് തീരുമാനമെടുക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഡോക്ടർമാർക്ക് ആർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ആർക്ക് കൊടുക്കണ്ട, ആർക്ക് കൊടുത്താലാണ് അവരുടെ ജീവൻ രക്ഷപ്പെടാൻ സാധ്യതയുള്ളത് എന്ന് നോക്കി പോലും ഡോക്ടർമാർക്ക് അതുപോലെയുള്ള ലൈഫ് ആൻഡ് ഡെത്ത് ഡിസിഷൻസ് എടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു വാർത്ത, ഈ അടുത്ത മെയ് മുതൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ കൊടുത്തു തുടങ്ങുമെന്നാണ്. പക്ഷേ അതിനൊക്കെ എവിടെയാണ് ഈ ഡോസ് അല്ലെങ്കിൽ വാക്സിൻ എവിടെയാണ്? ഇത് എവിടെ നിന്ന് വരും? ഇത് ശൂന്യതയിൽ നിന്ന് വരുമോ? ഇത് എവിടെയാണ്? ഇന്ത്യയിൽ വാക്സിൻ്റെ ഷോർട്ടേജ് വളരെ ഭീകരമായിട്ടുണ്ട്. ഇന്ത്യയിൽ ആകെ ഇപ്പോൾ ഉള്ള വാക്സിൻ അത് ഒരു മാസത്തേക്ക് പോലും, അല്ലെങ്കിൽ 45 വയസ്സിന് മുകളിലുള്ളവർക്ക് പോലും വാക്സിൻ തികയുന്നില്ല. അപ്പോഴെങ്ങനെയാണ് ഈ 18 വയസ്സിന് മുകളിൽ ഉള്ള ആൾക്കാർക്ക് എങ്ങനെ വാക്സിൻ കൊടുക്കും? അല്ലെങ്കിൽ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? അത് എങ്ങനെ ഗവൺമെന്റ് വഴി മാത്രമാണോ അല്ലെങ്കിൽ സർക്കാർ? അതിനകത്തൊക്കെ നമുക്ക് ആശങ്കയുണ്ട്. ഡോക്ടർ SS ലാൽ, നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ ഒരു ബ്രാൻഡായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഇമേജ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള രീതിയിലൊരു ചികിത്സാ രീതികളും നമ്മൾ സജ്ജമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഡൽഹിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ ഇന്നിപ്പോൾ ഡൽഹിയും രാജസ്ഥാനും ലോക്ക്ഡൗണിലേക്ക് പോയി. ഡൽഹി, രാജസ്ഥാൻ, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ കാണിക്കുന്ന ഉദാഹരണങ്ങൾ കേരളത്തിലേക്കും ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു മാസ് ഡ്രൈവ് നടത്തിയപ്പോൾ നമ്മൾ ഇന്നലെ ഇന്നുമായി ഏതാണ്ട് 35,000-ലധികം ആളുകൾ കോവിഡ് ബാധിതരായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയാതെ പലയിടത്തും കോവിഡ് ബാധിതരായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ SS ലാൽ, കേരളത്തിൻ്റെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണ്? കേരളത്തിന്റെ സ്ഥിതിയും ആശങ്ക ഉണ്ടാക്കുന്നതാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ കേരളം വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിവുള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പിടിയിൽ ഒതുങ്ങിയെന്ന് വരും കാര്യങ്ങൾ. നമ്മുടെ കേരളത്തിൽ നമ്മൾ ഈ വ്യാപനം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ നയങ്ങളിലെ പാളിച്ചകൾ തന്നെയായിരുന്നു. നമ്മൾ ആവശ്യത്തിന് ടെസ്റ്റ് ഒന്നും ചെയ്യാതിരുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ടെസ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ ജനങ്ങൾ ഒരുപാട് രോഗവുമായിട്ട് നടന്ന് രോഗം പരത്തുകയൊക്കെ ചെയ്തു, ജനങ്ങളും അറിയുന്നില്ലായിരുന്നു. പിന്നെ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള, പരസ്പര വിരുദ്ധമായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കാൻ തുടങ്ങി. പ്രതിപക്ഷ നേതാവ് ജാഥ നടത്തിയാൽ പ്രശ്നം, അതേസമയം മുഖ്യമന്ത്രി സഭയുടെ സമ്മേളനത്തിന് പോകും. ഇങ്ങനത്തെയൊക്കെ ഇപ്പോൾ ജനം നോക്കി നിൽക്കുന്നത് കൃത്യമായി മനസ്സിലാക്കാതെ ജനം കൺഫ്യൂഷൻ ആയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ കൃത്യമായ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ കേരള ജനത അനുസരിക്കും. ഞാൻ അധ്യാപകനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ ഓണസമയത്ത് ഞങ്ങളതൊക്കെ പ്രസിദ്ധീകരിച്ചാണ്, ടെലിവിഷനിലൂടെ വന്നാണ്. 95% കേരളീയർ മാസ്ക് ധരിക്കുകയായിരുന്നു. അതിൽ 90% പേര് കൃത്യമായിട്ട് മാസ്ക് ധരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ മെസ്സേജ് കറക്റ്റായിട്ട് കൊടുക്കുകയും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി അനുസരിക്കും. ജനങ്ങളിലാണ് എനിക്ക് പ്രതീക്ഷയും. നമ്മുടെ കൂടാതെ കേരളത്തിലെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടാണ്. മന്ത്രിസഭകൾ വരികയും പോവുകയും ചെയ്യും. പക്ഷെ കേരളത്തിലെ ആശുപത്രികൾ മെച്ചപ്പെട്ടാണ്. അത് മെച്ചപ്പെട്ടതാകുന്നതിന് കാരണം അവിടുത്തെ നല്ല ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ട്. ഈ ഒന്നാം വ്യാപനത്തിൽ ഡോക്ടർ SS ലാൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ്? നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ തന്നെയും അത് പോരാതെ വരും എന്നുള്ള ഒരു ഭയമുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ നമുക്ക് രോഗബാധിതരുടെ എണ്ണം നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ പീക്കിങ് പെട്ടെന്ന് ഉയർന്നു പോകാത്തത് കൊണ്ട് തന്നെ, ഒരു സമതലത്തിൽ നമ്മൾ നിർത്താൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടി പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും പുതിയ ആശുപത്രികൾ ഉണ്ടാക്കാനും ഒക്കെ തന്നെയും. ഇത്തവണ പക്ഷേ പീക്കിങ് വളരെ വേഗത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യം മതിയാവും എന്ന് വെച്ചാൽ നമ്മുടെ വെന്റിലേറ്ററും ICUവും ആശുപത്രി കിടക്കകളും ഒക്കെ മതിയാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ? ഞാൻ മെഡിക്കൽ കോളേജിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അവർക്കും ഈ ആശങ്കയുണ്ട്. ഇപ്പോൾ വെന്റിലേറ്ററുകളും കിടക്കകളും മാത്രമല്ല, പരിശീലനം ലഭിച്ച സ്റ്റാഫിന്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ട് 2 ദിവസം മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ആവശ്യമുള്ള സ്റ്റാഫ് ഇല്ല എന്നാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ മെഡിക്കൽ കോളേജ്, ഞാൻ ഉൾപ്പെടെ പഠിച്ച കോളേജാണ്. അവിടെ കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയപ്പോഴത്തേക്ക് അവിടെ ഒരു രോഗിയെ പുഴുവരിച്ചു. അപ്പൊ അത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനും വിവാദത്തിലൊക്കെ പെട്ടത് പറഞ്ഞത്, കാരണം മന്ത്രി പറഞ്ഞാൽ അമേരിക്കക്കാരനാണെന്നൊക്കെ. പക്ഷെ അവിടെ അത് പുഴുവിന്റെ കുറ്റമല്ല, രോഗിയുടെ കുറ്റമല്ല, ആശുപത്രിയുടെ കുറ്റമല്ല.
അവിടെ എന്താണ്, അവിടെ ഏറ്റവും നല്ല ഡോക്ടർമാരുണ്ട്, ഏറ്റവും നല്ല നഴ്സുമാരെല്ലാം ഉണ്ട്. പക്ഷേ ഹെൽത്ത് സിസ്റ്റത്തിന്, ആരോഗ്യ സംവിധാനത്തിന് താങ്ങാവുന്നതിൽ കൂടുതൽ രോഗികൾ വന്ന് പെട്ടു. അപ്പോൾ അവിടെ നോക്കാൻ ആളില്ലാതായി. ആ സ്ഥിതി ഉണ്ടായ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഇപ്പോഴും സ്ഥിതി അത് തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ആവശ്യത്തിന് സ്റ്റാഫില്ല. വെന്റിലേറ്ററുകൾ കൂടുതൽ വാങ്ങിക്കാൻ, കട്ടിൽ വേണമെങ്കിൽ ഉള്ള സ്ഥലത്ത് കൂടുതൽ നിരത്തിയിടാം. പക്ഷെ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് സാങ്കേതിക വിദഗ്ധരുടെ ആവശ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ ഇന്ന് വരെ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഒരുപാട് ഇക്കാര്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മെഡിക്കൽ കോളേജാണ്. അവിടുത്തെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ തന്നെ പിരിച്ചുവിട്ടായിട്ടൊക്കെ അറിയുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ കുറെ നയവൈകല്യങ്ങളുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള തീരുമാനങ്ങളില്ല, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഡിസിഷൻസ് വേണം. ഇപ്പോൾ ലോക്ക്ഡൗൺ വേണോ എന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. പക്ഷെ ഇതൊക്കെ ഉപദേശിക്കേണ്ടതും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടതും ശാസ്ത്രജ്ഞരോ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമാണ്. അവരുടെ നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയതിന്റെ ഒരു ദുര്യോഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 15 മാസമായല്ലോ നികേഷ്, കേരളത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആരാണ്? നമ്മളാരും കണ്ടിട്ടില്ല. ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് കേരളത്തിന്റെ ആരോഗ്യത്തിന്റെ അതോറിറ്റി. ആരോഗ്യമന്ത്രിയോ ഹെൽത്ത് സെക്രട്ടറിയോ ഒന്നുമല്ല. അപ്പൊ അത്തരത്തിലുള്ള മേഖലയെ പൂർണ്ണമായി മാറ്റി നിർത്തിയതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും കൂടെയുണ്ട്, സ്വകാര്യ മേഖല. ഇപ്പൊ നികേഷ് ചോദിച്ച ചോദ്യത്തിന് പ്രാധാന്യം അവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൽ 70% രോഗികളും പോകുന്ന സ്വകാര്യ മേഖലയാണ്. നമ്മൾ തന്നെ അസുഖം വന്ന എവിടെയാണെന്ന് ഇപ്പോൾ ഈ ഫ്രെയിമിലുള്ളവർ ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. അതിന് കാരണങ്ങളുണ്ട്. അതിപ്പോ നമ്മൾ കോവിഡ് വരുമ്പോൾ സ്വകാര്യ മേഖലയാണോ ഗവൺമെന്റ് മേഖലയാണോ വേണ്ടെന്നുള്ള തർക്കത്തിന് പോലും അവിടെ സ്ഥാനമില്ല. 80% ഡോക്ടർമാരും നഴ്സുമാരും സ്വകാര്യ മേഖലയാണ്. അത് യാഥാർത്ഥ്യമാണ്. ആ മേഖലയെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്തിയിരുന്നു. ഒക്ടോബറിലൊക്കെയാണ് ആ മേഖല ശകലമെങ്കിലും അവരെ സഹകരിപ്പിച്ചു തുടങ്ങിയത്. ഇപ്പോഴും നമ്മൾ കൃത്യമായിട്ട് അവരെ എക്വിപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇന്നലത്തെ ഒരു ചർച്ചയിലും MESന്റെ മേധാവിയായ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ സ്വകാര്യ മേഖലയെ പൂർണ്ണമായി സജ്ജീകരിക്കണം. നമുക്ക് ഇവിടുത്തെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നത് മുഴുവൻ KSRTC ബസ്സല്ല, ഓട്ടോറിക്ഷയും ടാക്സിയും പ്രൈവറ്റ് ബസ്സൊക്കെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അവയെ നമ്മൾ നിരോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ. അതുപോലെയാണ് നമ്മൾ ഇതുപോലത്തെ ഒരു പ്രശ്നം വരുമ്പോൾ സ്വകാര്യ മേഖലയെ കൂടി ഉപയോഗിക്കണം. അതിന്റെ അർത്ഥം സ്വകാര്യ മേഖലയിലേക്ക് പാവപ്പെട്ടവരുകൊണ്ട് പൈസ കൊടുക്കണമെന്നല്ല. ഇപ്പൊ ക്ഷയരോഗത്തിന്റെ കാര്യം തന്നെ ഞാൻ പ്രവർത്തിച്ച മേഖല 10 വർഷം മുമ്പ് തന്നെ നമ്മൾ ഏർപ്പെടുത്തിയ സംവിധാനമുണ്ട്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ഷയരോഗത്തിന് ചികിത്സ ഫ്രീ ആണ്. ചികിത്സ മരുന്നുകൾ 6 മാസത്തേക്കുള്ള കേന്ദ്ര ഗവൺമെന്റ് തരുന്ന മരുന്നുകൾ സ്വകാര്യ മേഖലയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുപോലെ സ്വകാര്യ മേഖലയെ കൂടി ഗവൺമെന്റ് സൗജന്യമായിട്ടുള്ള സംവിധാനങ്ങൾ, മെച്ചപ്പെട്ട സംവിധാനങ്ങൾ അവിടെ കൂടെ ഏർപ്പെടുത്താം. എന്നിട്ട് അവിടെ ദരിദ്രരായിട്ട് വരുന്നവർക്ക് ഗവൺമെന്റ് അതിന്റെ ചെലവുകളൊക്കെ വഹിക്കുകയും വേണം. ഇങ്ങനെയാണ് നമ്മൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം നോക്കിയിട്ട് ചെയ്യേണ്ടത്. ഇതും ചെയ്തിട്ടില്ല. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഭയക്കുന്നത്. ഒരു പക്ഷേ കൂടുതൽ കേസ്, ദിവസം 25,000 കേസൊക്കെ ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആശുപത്രികൾക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരട്ടെ എന്ന് ആശിക്കുന്നു. പക്ഷേ ഇതിന് ഗവൺമെന്റ് ഇപ്പൊ ദിവസങ്ങൾ കുറവാണ്. പുതിയ ഗവൺമെന്റ് വരുന്നത്, അത് ഏത് മുന്നണിയായാലും നമുക്ക് ഇതേ കാര്യങ്ങൾ തന്നെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ ഗവൺമെന്റ് ഇപ്പൊ പൊളിറ്റിക്കൽ ഗവൺമെന്റ് അല്ലല്ലോ. രാഷ്ട്രീയത്തിന്റെ സ്ഥിതികൾ മാറും, മന്ത്രിമാരും മാറും. പക്ഷെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് നിരന്തരമാണ്. അല്ലെ, ഗവൺമെന്റ് അത്തരം സംവിധാനങ്ങൾ നിരന്തരമാണ്, അത് നിലയ്ക്കുന്നില്ല. അവരെ ഈ നേതൃത്വം തിരിച്ചേൽപ്പിക്കണം. ആരോഗ്യ ഡയറക്ടറെയും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെയും ഇവിടുത്തെ പൊതുജനാരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയൊക്കെ കൂടുതൽ എൻഗേജ് ചെയ്യിച്ചിട്ട് അവരത് തിരിച്ചേൽപ്പിക്കണം. നമ്മൾ ഒറ്റപ്പെട്ട 1-2 വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ കൂടാത്ത സാങ്കേതിക സമിതികളിലേക്ക് ഇതിന്റെ തീരുമാനങ്ങൾ കൊടുക്കുക. ഡോക്ടർ ലാൽ, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. അങ്ങനെയുണ്ടോ? അതായത് സ്വകാര്യ ആശുപത്രി നമ്മൾ വിശദമായി 1ാം ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സ്വകാര്യ ആശുപത്രികളെ വേണ്ടത്ര രീതിയിൽ ഉൾക്കൊള്ളിക്കാനായിട്ടില്ല എന്നത് ഒരു വിഷയമാണോ ഡോക്ടർ മൻരാജ്? ഞാനിപ്പോൾ ഒരു സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ ആദ്യഘട്ടങ്ങളിൽ സ്വകാര്യ മേഖലയ്ക്ക് കാര്യമായ റോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ SS ലാൽ പറഞ്ഞത് ആദ്യഘട്ടത്തിൽ ശരിയുമായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും ആവശ്യം വന്നതിനനുസരിച്ച് ഗവൺമെൻറ് സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്തുകയും ഇപ്പം നിലവിൽ കോവിഡ് രോഗം ചികിത്സിക്കുന്നത് സത്യം പറഞ്ഞ ഒരു സംയുക്ത സംഘം തന്നെയാണ്. കാര്യം നമുക്ക് കോവിഡ് പോസിറ്റീവ് ആയാലും നമുക്ക് ഇഷ്ടമുള്ള ആശുപത്രിയിൽ പോകാം. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ പോകണം, ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ടെസ്റ്റ് ചെയ്യണം. ആദ്യഘട്ടത്തിൽ നമ്മൾ സർക്കാർ ആശുപത്രികളിൽ മാത്രമായിരുന്നു. അത് ഡെസിഗ്നേറ്റഡ് ആശുപത്രികളാണെങ്കിൽ വേണ്ടി കൂടിയായിരുന്നു. ഒരു കാരണമുണ്ട്. എറണാകുളത്താണെങ്കിൽ അമൃത ഹോസ്പിറ്റലിൽ പോവാം, അല്ലേ? പോകാം, എവിടെ വേണമെങ്കിലും പോകാം. അപ്പോൾ ഇപ്പോൾ ആ പ്രശ്നമില്ലെങ്കിലും ഒരു സമയത്ത് ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഡോക്ടർ SS ലാൽ പറഞ്ഞത്. പിന്നെ എന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? എന്നോടാണ്? അതെ, ഞാനതാ പറഞ്ഞു. ഇപ്പോഴും സ്വകാര്യ ആശുപത്രികൾ ചികിത്സിക്കുന്നത് അവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ സംവിധാനങ്ങളും ഉപകരണങ്ങളും ഉണ്ടാണ്.
ഞാൻ പറയുന്ന ഗവൺമെന്റ് ഇതിനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണുന്നില്ല. അത് അവരുടെ സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ മൊത്തമായിട്ടുള്ള IC യൂണിറ്റുകൾ, വെന്റിലേറ്ററുകൾ, ഡോക്ടർമാർ, ഇതെല്ലാം കൂടി ഒറ്റ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. ഇപ്പൊ UK 10% ഉള്ളൂ സ്വകാര്യ മേഖല. അവർ കോവിഡ് തുടങ്ങിയപ്പോൾ തന്നെ സ്വകാര്യ മേഖലയെ അവർ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ സ്വകാര്യ മേഖലയിലും നടക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞത് സ്വകാര്യ മേഖലയിൽ ചികിത്സ ഉണ്ടെന്ന് പറയുമ്പോഴും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നവർക്ക് താങ്ങാൻ പറ്റാത്ത ഫീസ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ദരിദ്രർ അവിടെ പോയി പെട്ടിട്ട് സ്വകാര്യ മേഖലയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. സ്വകാര്യ മേഖല ഫ്രീ ആക്കി അത് തകർന്നു പോകും. സ്വകാര്യ മേഖലയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ദരിദ്രർക്കും താങ്ങാൻ പറ്റാത്തവർക്കും ഗവൺമെന്റ് ഫെസിലിറ്റി അവിടെ എത്തിക്കണം. അതാണ് ഞാൻ ഈ പറയുന്നത്. അതിപ്പോൾ സംഭവിച്ചിട്ടില്ല. സ്വകാര്യ മേഖലയിൽ പോയി ചികിത്സ ഒറ്റ കാരണം കൊണ്ട് വീട് വിൽക്കേണ്ടവർക്ക് ഡോക്ടർ SS ലാൽ പറയുന്നത് നേരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ ക്ഷയരോഗത്തിനുള്ള മരുന്ന് കിട്ടും 6 മാസത്തേക്ക് എന്നതുപോലെ ഇതിനകത്ത് കൂടി അത് പ്രാബല്യത്തിൽ വരണമായിരുന്നു എന്നാണ്. അത് നടപ്പാകുന്ന ഒരു കാര്യം. ദരിദ്രർക്കെങ്കിലും താങ്ങാനാകാത്തവർക്കെങ്കിലും ഗവൺമെന്റ് സംവിധാനം ഏർപ്പെടുത്തണം. ഒരു രോഗത്തിനും നികേഷ് ഇതുവരെ സർക്കാർ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്ന അതേ ചികിത്സ സൗജന്യമായി സ്വകാര്യ സ്ഥാപനങ്ങളിൽ കൊടുത്താൽ അത് കൊളാപ്സ് ചെയ്യും. കാര്യം ഒരെണ്ണം ഒരു ഫോർ പ്രോഫിറ്റ് സ്ഥാപനത്തിൽ ധർമ്മ ചികിത്സ പറ്റില്ല. പക്ഷേ സബ്സിഡൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്ത റേറ്റുകളും കാര്യങ്ങളും കൊണ്ടുവന്ന് ഒരു ഹൈബ്രിഡ് മോഡൽ കൊണ്ടുവരാം. അതിനും ആരും ശ്രമിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എക്സ്ട്രീമില്ല. സർക്കാർ സ്ഥാപനങ്ങൾക്ക് സ്വകാര്യ മേഖലയിൽ അപ്പാടെ കിടക്കകളും വെന്റിലേറ്ററും ഒക്കെ എടുത്തിട്ട് സർക്കാർ സംവിധാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ആ സിസ്റ്റം നശിപ്പിക്കുകയുള്ളൂ. ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു കൂടുതൽ പേർക്ക് ന്യായമായ രീതിയിൽ ഡോക്ടർ SS ലാൽ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഒരു സാധാരണക്കാരൻ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കോവിഡ് വെന്റിലേറ്ററിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ തീർന്നു. കാര്യം അത്രമാത്രം ചെലവുള്ള കാര്യങ്ങളാണ്. അത് നടക്കുന്ന ഒരു കോംപ്രമൈസ് അല്ല എന്ന് മാത്രമേ എനിക്ക് പറയാം. ഡോക്ടർ ഷമീർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നേരത്തെ ഉറുമ്പരിച്ചു എന്നുള്ള പരാതി ഉണ്ടായിരുന്നല്ലോ. പിന്നെയും പരാതികൾ വന്നുകൊണ്ടിരുന്നു. അതൊരു കൊലപാതക സെല്ലാണ് എന്നുള്ള നിലയിൽ തന്നെ ചിലർ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. മെഡിക്കൽ കോളേജുകൾ മടുത്തിട്ടുണ്ടാകും ആരോഗ്യ പ്രവർത്തകർ, പക്ഷേ നമുക്ക് മുന്നോട്ട് പോയല്ലേ തീരൂ. ഡോക്ടർ ഷമീർ, മെഡിക്കൽ കോളേജുകളുടെ ആരോഗ്യനില എങ്ങനെയാണിപ്പോൾ? ഇതിൽ ഞാൻ ആദ്യം ഇപ്പം പറഞ്ഞു വെച്ച ചർച്ചയിൽ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. കാരണം ഇപ്പം ലാൽ സാറും ഇപ്പൊ പറഞ്ഞതിലേ ഒരു കോഴിക്കോടിന്റെ അനുഭവം ഞാൻ പറയാം. ഈ പറഞ്ഞ സ്വകാര്യ പങ്കാളിത്തം വളരെ നന്നായി ചെയ്തൊരു ജില്ലയാണ് കോഴിക്കോട്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ തവണ ഈ പീക്ക് വന്നിരുന്ന സമയത്ത് മാനേജ് ചെയ്തൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ലാൽ സാർ എന്താണോ പറഞ്ഞത് അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മുടെ പ്രൈവറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് ആശുപത്രി, ഇതെല്ലാം മെഡിക്കൽ കോളേജായിട്ട് ഡയറക്റ്റ് ലിങ്ക്ഡ് ആയിരുന്നു. മാത്രമല്ല ഈ പറഞ്ഞ നമ്മുടെ ഇവിടെ കൊടുക്കുന്ന സെയിം ട്രീറ്റ്മെന്റ് തന്നെ പ്രൈവറ്റിൽ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. അപ്പൊ അതിനെന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാസ്പിന്റെ കാർഡ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഞാൻ ഇവിടെ നോഡൽ ഓഫീസറായി ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എനിക്ക് പിന്നെ പേഷ്യന്റിനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി റെഫർ ചെയ്യാം. അത് ഇവിടെ കൊടുക്കുന്ന അതേ ട്രീറ്റ്മെന്റ് അത് അവരവിടെ കൊടുക്കും. അതേപോലെ അവർക്ക് എന്തെങ്കിലും കാരണത്തിന് റെഫർ ചെയ്യണമെങ്കിൽ നമുക്ക് തിരിച്ച് ഇതേപോലെ ഇങ്ങോട്ട് വിടാം. അതിന്റെ ഇടയ്ക്ക് വേറെ പേയ്മെന്റിന്റെ ഇഷ്യൂ ഒന്നുമില്ല. എല്ലാം ഫ്രീ ആയിരുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ അന്ന് ചെയ്തത്. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അത് എനിക്ക് വളരെ ഒരു ഭംഗിയുള്ള ഒരു സിസ്റ്റമായി തോന്നിയിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും അത് അറിവില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കൂട്ടിച്ചേർക്കുകയാണ്. ഈ പ്രൈവറ്റ് പിന്നെ പബ്ലിക് സിസ്റ്റം ഇത്ര ഭംഗിയായിട്ട് സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിച്ചത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മുടെ TBയുടെ മരുന്ന് എങ്ങനെ ഫ്രീ കൊടുത്തോ അതേപോലെ തന്നെ കോവിഡിന്റെ ചികിത്സയും ഇവിടെ ഒരേ രീതിയിൽ പ്രൈവറ്റും പിന്നെ ഗവൺമെന്റും കൂടെ ഒന്നിച്ച് സംയോജിപ്പിച്ചിട്ടാണ് ചെയ്തത്. അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ഇപ്പോഴും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൈവറ്റിന്റെ ഒരു ശൃംഖല നമുക്ക് ചുറ്റുമുണ്ട്. അതിന്റെ സെന്റർ ആയിട്ടാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും അവിടുത്തെ നോഡൽ ഓഫീസറായിട്ട് ഞങ്ങളുടെ ഒരു സ്റ്റാഫിനെ തന്നെയാണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് സ്മൂത്ത് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പേഷ്യന്റ് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ ഉള്ള ലിങ്ക്, ആ പാലം വളരെ വളരെ സ്മൂത്ത് ആണ്. അതാ ഒന്നാമത്തെ കാര്യം. പിന്നെ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യനിൽ മെഡിക്കൽ കോളേജ് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ എല്ലാവരും തന്നെ പ്രത്യേകിച്ച് ജൂനിയർ വിഭാഗം, ഇപ്പൊ നമ്മുടെ PGs ആണെങ്കിലും ഹൗസ് സയൻസ് സ്റ്റാഫ് നഴ്സുകളൊക്കെ ഏതാണ്ട് ഒരു വർഷക്കാലമായിട്ട് ഒരേ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ സ്വാഭാവികമായ ഒരു ക്ഷീണം അവരെ ബാധിച്ചിട്ടുമുണ്ട്. ഇപ്പൊ അതിലൊക്കെ കൂടുതൽ ഇപ്പൊ സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ തവണ ഇപ്പൊ ചർച്ചയിൽ എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആ പ്ലാനിങ്ങിന്റെ ഇടയിൽ നമുക്ക് ലോക്ക്ഡൌൺ പീരീഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഏതാണ്ട് ജനജീവിതം കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്തംഭിപ്പിച്ച ഒരവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഈ പീക്കിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് അല്ലാത്ത രോഗങ്ങൾ ഓൾമോസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ നമുക്ക് വാർഡുകളെല്ലാം കാലിയായിരുന്നു. കാഷ്വാലിറ്റിയിൽ അധികം പേഷ്യന്റ് ഉണ്ടായിട്ടില്ല. ഇത്തവണ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ
കോവിഡ് അല്ലാത്ത രോഗികൾ അതേപോലെ പിന്നെ നല്ല നമ്പറിൽ നമ്മുടെ കോളേജിലേക്ക് വരികയും വാർഡുകളെല്ലാം ഒക്കുപ്പൈ ചെയ്യുകയും ചെയ്തു. കാഷ്വാലിറ്റികളെല്ലാം തിരക്കാണ്. OP പോലും പഴയ രീതിയിലേക്ക് തിരിച്ചു വന്ന ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മൾ ഈ കോവിഡിന്റെ വേവ് കൂടെ മറ്റൊരു വശത്തൂടെ വരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തത്. കാരണം നമുക്ക് ഒരു വാർഡും ഫ്രീ ഇല്ലാതെ പോയി. നമ്മുടെ ICUകളെല്ലാം അല്ലാത്ത രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആക്സിഡന്റിന് കുറവില്ല. അപ്പൊ അങ്ങനത്തെ എല്ലാ രോഗങ്ങളും ഒരു ഭാഗത്ത് ഇരിക്കുമ്പോഴാണ് കോവിഡ് മറ്റൊരു ഭാഗത്ത് അതിശക്തമായ രീതിയിൽ ഒരു തരംഗമായിട്ട് അടിച്ചത്. അപ്പൊ അത് രണ്ടും കൂടെ രണ്ട് വശത്തൂടെ വന്നപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഇപ്പൊ ഒരു ക്രൈസിസിലേക്ക് പോയത്. എന്നിരുന്നാലും ഇപ്പൊ ലാൽ സാർ പറഞ്ഞ പോലെ തന്നെ കേരളത്തിന് ഒരു തിരിച്ചു വരാനുള്ള ശക്തി എപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും. ഈ രണ്ടാം വ്യാപനത്തിലെ ഈ ലോക്ക്ഡൗൺ ഇല്ല, മറ്റു രോഗികളുടെ ആധിക്യം അവിടെ തുടരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് ബാധിക്കുന്നത്? അത് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മറ്റു രോഗികളുടെ കൂട്ടത്തിൽ ഇവരെ കിടത്താനാകില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. നമ്മുടെ ഇപ്പം നേരത്തെ സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിസോഴ്സ് എപ്പോഴും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു നമ്പർ. ഇപ്പൊ നമ്മുടെ ഡോക്ടർമാരുടെ നമ്പർ ആണെങ്കിലും വെന്റിലേറ്ററുടെ നമ്പർ ആണെങ്കിലും എല്ലാം ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു നമ്പർ ആണല്ലോ. അപ്പൊ അതിൽ നമുക്കിപ്പോ ഉദാഹരണത്തിന് 100 വെന്റിലേറ്റർ ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് 100 എണ്ണം അല്ലെങ്കിൽ അതിൽ 90 എണ്ണം കോവിഡിന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ ഒന്നൊന്നായി വരുന്ന കോവിഡ് പേഷ്യൻസിനെ നമുക്ക് സുഖമായി അതിലേക്ക് മാറ്റായിരുന്നു. ഇപ്പൊ പക്ഷേ ഈ 100 എണ്ണത്തിൽ 90 എണ്ണവും നമ്മൾ ബാക്കിയുള്ള രോഗികൾ അതിൽ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് കോവിഡ് കൂടുമ്പോൾ നമുക്കിത് തികയാതെ വരും. അതാണ് ഞങ്ങൾ ഇവിടെ കാണുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ്. ഇപ്പൊ ഈ കോവിഡും നോൺ കോവിഡും ഒന്നിച്ച് രണ്ട് രോഗങ്ങൾ രണ്ട് വശത്തൂടെ വരികയും നമുക്കുള്ള റിസോഴ്സസ് രണ്ടിനും വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. ഒന്നിച്ച് കിടത്തുന്നത് ഒന്നിച്ച് മിക്സ് ചെയ്യുക എന്നുള്ള ഒരു പ്രശ്നമേ വരുന്നില്ല. രണ്ടും രണ്ടായിട്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതിനു വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള റിസോഴ്സുകൾ ഏതാണ്ട് തുല്യമായിട്ടിരിക്കുകയാണല്ലോ. ശരി, ഷാനത്തോടുകൂടി നമുക്കൊരു രണ്ടാം വ്യാപനം ഒഴിവാക്കാനാകും എന്നുള്ളത് ഇത് ലോകവ്യാപകമാണ്. ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകവ്യാപകമായിട്ടാണ്. എനിക്ക് തോന്നുന്നത് രണ്ടാം വ്യാപനം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് വന്നു പോകുന്നൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. പലയിടങ്ങളിലും ഈ പ്രശ്നമുണ്ട്. ഒഴിവാക്കാനാകുന്നൊരു പൊളിറ്റിക്കൽ വീക്ഷണം ഉണ്ടോ? അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വീക്ഷണം നമുക്ക് കാണുന്നില്ല. കാരണം ഇപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ റാലികളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ. അവർ ഇപ്പോഴും അവർക്ക് ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ത്യ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ കോവിഡ് വാക്സിനുകൾക്ക് സപ്പോർട്ട് കൊടുക്കാത്തതും ഓക്സിജൻ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് സമയത്ത് അവർക്ക് കോൺട്രാക്റ്റുകൾ കൊടുക്കാത്തതും അവർക്ക് പൈസ സഹായം അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് പൈസ മുടക്കാത്തതും ഒക്കെയാണ്. 1500-1000 കോടിയൊക്കെ കൊടുത്തു എന്നൊക്കെയുള്ള റിപ്പോർട്ടുണ്ട്. അതെ, പക്ഷേ ബാക്കി UK-യും അമേരിക്കയും ഒക്കെ ഒരു വർഷം മുമ്പ് തന്നെ അല്ലെങ്കിൽ 6 മാസം മുമ്പ് അവർ ഓർഡറുകൾ കൊടുത്തപ്പോൾ ഇന്ത്യ ജനുവരിയിലാണ് ആദ്യമായിട്ട് ഓർഡറുകൾ കൊടുക്കുന്നത്. ഇന്ത്യ ഈ 2 കമ്പനികൾ, ഇന്ത്യയുടെ ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ നമ്മുടെ ഭാരത് ബയോടെക്കിൻ്റെയും ഈ വാക്സിനുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, അതും വളരെ ചെറിയ അവർക്ക് സ്കെയിലപ്പ് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യ പോലെയുള്ള വലിയൊരു രാജ്യത്തിന് അത് മതിയാകാതെ വരുമ്പോൾ അതിന് അനുസൃതമായി അവർക്ക് കപ്പാസിറ്റി ബിൽഡപ്പ് ചെയ്യാനുള്ള സഹായം കൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. അതുമാത്രമല്ല 6.5 കോടി വാക്സിൻ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്ത് വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ യശസ് ഉയരാൻ വേണ്ടി അദ്ദേഹം ഈ വാക്സിൻ ഡിപ്ലോമസി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഇന്ത്യക്ക് ആവശ്യമുള്ള വാക്സിൻസ് പെട്ടെന്ന് ഇല്ലാത്തൊരവസ്ഥ അഭിമുഖീകരിക്കുന്നതിൻ്റെ കാരണം ഇന്ത്യയെ ഈ സ്വയം പര്യാപ്തത നേടുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ വാക്സിനുകൾ കയറ്റി അയക്കുന്ന പോലെയുള്ള 80 രാജ്യങ്ങളിലേക്ക് ചോദിച്ചത്. അതായത് നമ്മൾ ഈ വാക്സിൻ കയറ്റുമതി ചെയ്യുന്നതിന് പകരം സ്വന്തം നാട്ടിൽ കൃത്യമായി വാക്സിനേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി സാധ്യമാകുമായിരുന്നു എന്ന്. ഉണ്ടാവോ? അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ശരിക്കും നികേഷിൻ്റെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ഒരു രണ്ടാം തരംഗം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾക്ക് പറ്റുമായിരുന്നു, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പറ്റുമായിരുന്നു എന്നുള്ള ആ ചോദ്യത്തിൽ ഇന്ത്യയിൽ സത്യം പറഞ്ഞാൽ ഈ വർഷം ആദ്യം തൊട്ട് ഇതുവരെയും അനാസ്ഥയുടെ അങ്ങേറ്റം തന്നെയായിരുന്നു. കാര്യം ജനുവരിയിൽ ഒരു കണിക പോലും ഇല്ലായിരുന്ന ഡബിൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്വന്തം വേരിയൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. വേരിയൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും, വേരിയൻ്റ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ വരും, വേരിയൻ്റ് ഓഫ് കൺസേൺ VOC. അപ്പോൾ VOC എന്ന് പറയുന്നതാണ് ഈ ഗുരുതരമായ. ഇപ്പം നമുക്ക് നിലവിൽ UK വേരിയൻ്റ് ഉണ്ട്, സൗത്ത് ആഫ്രിക്കൻ വേരിയൻ്റ്, ബ്രസീലിയൻ വേരിയൻ്റ്. ഇന്ത്യ സ്വന്തമായിട്ട് ഇന്ത്യയിൽ തന്നെ കൂടുതലായിട്ട് വന്ന് കണ്ട് ഡബിൾ മ്യൂട്ടേഷൻ എന്നുള്ള സംഗതി ജനുവരിയിൽ ഇല്ല ഇന്ത്യയിൽ.
ഏതാണ്ട് ഏപ്രിൽ മധ്യത്തിലാകുമ്പോൾ 52% പ്രിവലൻസ് നടത്തിയ സർവൈലൻസ്, അത് 1% താഴെ സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്ത് മഹാരാഷ്ട്രയിൽ ചില സ്ഥലങ്ങളൊക്കെ 60%. അപ്പോൾ ഈ 4 മാസം ഇത് ഇത്രയധികം വ്യാപിച്ച് ഇതിലൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള 2 മ്യൂട്ടേഷൻ ഡബിൾ, അതായത് UK വേരിയൻറ്റിൽ ഒരു പ്രശ്നമുള്ള മ്യൂട്ടേഷനാണ്, ഇത് ഇരട്ടിയാണ്. അപ്പോൾ ഇതിനകത്തുള്ള 2 മ്യൂട്ടേഷനിൽ ഒരെണ്ണം IR മ്യൂട്ടേഷൻ എന്ന് പറയുന്ന സാധനത്തിന് ഗുരുതരമായൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ട്രാൻസ്മിസിബിലിറ്റി, മറ്റുള്ളവരിലേക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത 20% കൂട്ടും. വാക്സിനോ മുൻപുണ്ടായ ഇൻഫെക്ഷനോ കൊണ്ടുള്ള പ്രതിരോധ ശേഷി ന്യൂട്രലൈസിങ് ആൻറ്റിബോഡീസ് അതിൽ നിന്നും ഇതിന് രക്ഷപ്പെടാനുള്ള സാധ്യത 50% താഴും. അപ്പോൾ കൂടുതൽ പകരുകയും വാക്സിനുകൾ അല്ലെങ്കിൽ മുൻ ഇമ്മ്യൂണിറ്റിയെ രക്ഷപ്പെടാനുള്ള സാധ്യതയുമുള്ളൊരു വൈറസ് കൺമുമ്പിലൂടെ 0-ൽ നിന്നും 52% ആയപ്പോൾ ഇന്ത്യ നോക്കി. ജീനോമിക് സർവൈലൻസ് ഒരു സംഭവമേ ഇല്ല. UK പോലുള്ള രാജ്യങ്ങളെ കണ്ടുപിടിക്കണം. അവിടെ ഓരോ സ്ട്രെയിൻ പുതിയത് വരുന്ന ഡേറ്റ കൊണ്ടുവരികയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുറ്റത്ത് തീ പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ വാക്സിൻ ഡിപ്ലോമസിയും ഇലക്ഷൻ റാലിയും ഒക്കെ ചെയ്തു. നമ്മൾ സത്യം പറഞ്ഞ വാതിൽ തുറന്നിട്ടു, വന്ന പാമ്പിന് വിഷം കൂടുതലായിരുന്നു, നമ്മളത് അറിഞ്ഞില്ല. അതാണ് ശരിക്കും ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഒരു സിസ്റ്റം ഫെയിലിയർ. ഡെമോക്രാറ്റിക് പ്രോസസ്സ് നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. വേണം, പക്ഷേ ആ സമയത്ത് ഇവിടെ ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് രണ്ടും കൂടെ ഒരു ഹൈബ്രിഡ് ഇതാകാമല്ലോ. എലക്ഷൻ വേണ്ടെന്ന് ആരും പറയുന്നില്ല. ഇലക്ഷൻ ഇപ്പോൾ പൂരം വേണ്ടാന്ന് വെച്ചത് ഒരു സിംബോളിക്കായിട്ട് നടത്തി. ഇലക്ഷൻ അങ്ങനെ സിംബോളിക്കായിട്ട് നടത്താൻ പറ്റില്ല, സമ്മതിച്ചു. പക്ഷേ കോവിഡ് സമയത്ത്, ഇലക്ഷൻ സമയത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ട് ആരെങ്കിലും ശിക്ഷിച്ചോ? ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ശിക്ഷിച്ചോ? ഒരു നേതാവിനെ ശിക്ഷിച്ചോ? ഒന്നുമില്ല. അപ്പോൾ എന്താ, ആ സമയം വരുമ്പോൾ അടച്ചു വെച്ചിട്ട് അടുത്ത ദിവസം വന്ന് നമ്മൾ 5 മണിക്കും 6 മണിക്കും ഇതൊക്കെ തിരിച്ചുകൊണ്ട് വരുമ്പോൾ ജനം വിചാരിക്കുന്നത് എന്താ? ഡോക്ടർ ലാൽ, താങ്കളൊരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നില്ല താങ്കൾ അടങ്ങുന്ന ഒരു സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ കൂടഴിച്ചു വിട്ടു. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഞാൻ പറയും, ഒരു അനിവാര്യമായ ഒരു ദുരന്തം പോലെയായിരുന്നു. ഇതിനകത്ത് ശ്രദ്ധിക്കാമായിരുന്നത് ഗവൺമെന്റാണ്. ഞങ്ങൾ സൂചനകൾ കൊടുത്തു നോക്കിയതാണ്. ഗവൺമെന്റ് എല്ലാ പാർട്ടികളെയും വിളിച്ചിട്ട് ഒരു ഗവൺമെന്റ് മുൻകൈ എടുക്കണം, ഒരു പൊളിറ്റിക്കൽ വിൽ അവിടെ കാണിക്കണമായിരുന്നു. നമ്മൾക്കാർക്കും പരസ്യപ്രചാരണം വേണ്ട, അല്ലെങ്കിൽ ജാഥകൾ വേണ്ട, ഇത്തരം കാര്യങ്ങൾ. പക്ഷേ നമ്മൾ നേരെ തിരിച്ചാണ് കണ്ടത്. മുഖ്യമന്ത്രിയോട് നമുക്ക് റോഡ് ഷോയ്ക്ക് മത്സരിക്കേണ്ട അവസ്ഥയാണ് ബാക്കി സ്ഥാനാർത്ഥികൾക്ക്. 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് വരികയുള്ളൂ. ഒരു സ്ഥാനാർത്ഥി ഒരു പാർട്ടിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്, ദുരന്തമായിരുന്നു. അതിനകത്ത് എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ എയർ ടാമറും മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എനിക്ക് പ്രതിരോധ ശക്തി ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ചെന്ന് വോട്ട് ചോദിക്കും. പലരും പറയും മാസ്ക് ഒന്ന് കാണിക്കണോ, ആളെ കാണട്ടെ എന്ന് പറയും. മാറ്റി ചിലപ്പോൾ ഒരു 2 മിനിറ്റ് ചിലപ്പോൾ താമസിച്ചു എന്ന് വരും. പെട്ടെന്ന് നേരത്തെ വെക്കാൻ നോക്കും. പക്ഷെ ചിലപ്പോൾ 10 സെക്കൻഡ് മാറ്റിയപ്പോഴായിരിക്കും ചിത്രം വരുന്നത്. ചിത്രം വരുന്നതിന് നാണക്കേടല്ല. അത് കഴിഞ്ഞ് വേറൊരാൾ കാണുമ്പോൾ വിചാരിക്കും ആ ഡോക്ടർക്ക് മാസ്ക് വെക്കാൻ നടക്കുകയാണ്, ഇപ്പം നമ്മൾ വെക്കണ്ടല്ലോ എന്നൊരു ധാരണ. ഈ ഒരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നതിന് യാതൊരു മടിയില്ല. പക്ഷെ ഇതിനകത്ത് പെട്ടുപോയി. ഇതിനകത്ത് മാതൃക കാണിക്കേണ്ട, അല്ലെങ്കിൽ നിയമം ഉപയോഗിക്കേണ്ടവരെ കൈയും കെട്ടി നോക്കി നിൽക്കുക അല്ലെങ്കിൽ മത്സരിക്കുക ചെയ്തപ്പോൾ നമ്മളൊക്കെ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കോവിഡ് പരത്താൻ കാരണമായി എന്നുള്ളത് പറയാൻ എനിക്ക് ആരും ലജ്ജയുമില്ല. പക്ഷേ നികേഷ് നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് എങ്ങനെ വേണമെന്നുള്ളതിനകത്ത് ഗവൺമെന്റും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടെ ചേർന്നിട്ട് വളരെ കൃത്യമായി ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. അതിനകത്ത് പരാജയം ഉണ്ടെന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ലോകത്ത് തന്നെ ബീഹാറിലായിരുന്നു ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. വിജയകരമായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. ആ ഘട്ടത്തിലെ ഈ 2ാം വ്യാപനം ശക്തമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ ബീഹാർ രക്ഷപ്പെട്ടത്, കേരളം രക്ഷപ്പെടാത്തത്? നമ്മളിപ്പോ ഇതിനകത്ത് ചില തർക്കങ്ങളൊക്കെ വന്ന് തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടിയതോ എന്നൊക്കെ ചോദിക്കും. ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ചില സബ് സഹാറൻ ആഫ്രിക്ക ദരിദ്ര രാജ്യങ്ങളിൽ പോലും കോവിഡ് ഇതുപോലെ സംഹാരതാണ്ഡവമാടുന്നില്ല. അപ്പൊ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. പക്ഷെ കേരളത്തിൽ നമുക്കറിയാവുന്ന കാര്യം, കേരളത്തിൽ നമ്മൾ കണ്ടു, ജനങ്ങൾ കൂടിയാൽ അസുഖം വരും, ജനങ്ങൾ അകന്നു നിന്നാൽ അസുഖം വരികയില്ല. കാരണം ജനസാന്ദ്രത ഇവിടെ കൂടുതലാണ്, വളരെയധികം കൂടുതൽ ഇടപഴകി ജീവിക്കുന്നവരാണ്. പല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ആ ഗ്രാമങ്ങളിൽ തന്നെ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ, അല്ലെങ്കിൽ ഇതുപോലെ ഇടതൂർന്ന് ജീവിക്കുന്ന മനുഷ്യരൊന്നുമില്ല. ഇത് ഇടതൂർന്ന് പോകുന്ന പ്രദേശങ്ങളും സിനിമാ തിയേറ്ററുകളും പിന്നെ ഷോപ്പിംഗ് മാളുകളും ഒക്കെ ഇല്ലാത്ത പ്രദേശങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൽ നമുക്ക് വളരെ ക്ലിയർ ആണ്, കേരളത്തിൽ നമ്മൾ കരുതൽ വേണമായിരുന്നു. അത് സംഭവിച്ചില്ല. ഇനി പക്ഷേ ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഇതെങ്ങനെ നമുക്ക് ഈ ആഘാതത്തെ പിടിച്ചു നിർത്താൻ കഴിയും, അല്ലെങ്കിൽ ആഘാതത്തെ കുറയ്ക്കാൻ കഴിയും എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് എല്ലാവരും യോജിച്ച് ഒറ്റ സംസ്ഥാനമായിട്ട് ഇതിനകത്ത് പ്രതികരിക്കണം. ഇതിനകത്ത് പരസ്പരം പഴിചാരുമ്പോഴും ഗവൺമെന്റ് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് കൃത്യമായിട്ട് ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചെന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല പലയിടത്തും സംഭവിക്കുന്നതിൽ ഇവിടെയും ഇതൊരു കോവിഡിന്റെ ശകലം താഴുമ്പോഴത്തേക്ക് അത് ഇവിടെ വിജയമായിട്ട് കൊണ്ടാടാനും, വാക്സിൻ വന്നപ്പോഴത്തേക്ക് അതിനെ ആഘോഷമാക്കാനും അതും ജനങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. വാക്സിൻ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ധാരണ ഉണ്ടാക്കി. വാക്സിൻ വൺ ഓഫ് ദി ടൂൾസ് ആണ് ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള
പല ടൂളുകളിൽ ഒന്ന് മാത്രമാണ് വാക്സിൻ. അപ്പോൾ ഇതിനകത്ത് മെസ്സേജുകൾ പ്രശ്നം വന്നു. അത് പറ്റുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വം ഇത് ഏറ്റെടുത്തതിനകത്ത് പറ്റിയതാണ്. ഇത് ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഒക്കെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ചെയ്യും. അതിനകത്തൊരു മേളിലൊരു കൺട്രോൾ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇത് ഗവൺമെന്റുകൾ തനിയെ ചെയ്യാറ്. കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ ഒറ്റയ്ക്കൊക്കെ ഇത് കൈകാര്യം ചെയ്യാൻ തുടങ്ങി, ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ തുടങ്ങി. അവിടെ പാളിച്ച പറ്റി. അത് ഡോക്ടർ ലാൽ, ഇപ്പോ നമ്മൾ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു. ദില്ലിയിലും രാജസ്ഥാനിലും കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആണ്. അടുത്ത തിങ്കളാഴ്ച വരെ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാത്രികാല കർഫ്യൂ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഗുണം എത്രത്തോളമാണ്? സാധാരണക്കാർ പണ്ടേ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ രാത്രിയാണോ വൈറസ് ഇറങ്ങി നടക്കുന്നത് എന്ന്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം? അത് ശരിയായ ചോദ്യമാണ്. ഇവിടെ കേരളത്തിലും പറ്റിപ്പോണതാണ്. കൂടിയാലോചനകളില്ല. ഇപ്പോൾ 4-5 ദിവസം മുമ്പ് പറഞ്ഞു 200 പേരാകാം. പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ളൊരു വഴക്കുണ്ടാക്കി. എന്തിനാണ് 200 പേര് ഉടനെ 150 ആക്കി കൂടുന്നത്? എന്തിനാണ് ഈ കൂടുന്നത്? ഇപ്പോൾ നാളെ മറ്റന്നാളൊക്കെ നടക്കേണ്ട കല്യാണങ്ങൾ കുറച്ച് പേര് വെച്ച് അവർ നടത്തിക്കോട്ടെ. പക്ഷെ ഗവൺമെന്റ് പറയണ്ടേ ഇവിടെ ജനം കൂടുന്ന ഒരു സാമൂഹിക ചടങ്ങ് പാടില്ല. ഏറ്റവും വലിയ ഗുരുതരാവസ്ഥയിൽ കടന്നു പോകുമ്പോഴത്തേക്ക് ഒരു പൊതുയോഗം പാടില്ല. ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് പറയാൻ കഴിയണം. ഇതിനകത്ത് ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് കർക്കശമായിട്ട് തീരുമാനം എടുക്കുക തന്നെയാണ് വേണ്ടത്. ഗവൺമെന്റിന് അതിൽ പലതിലും പരിമിതിയുണ്ട് ഡോക്ടർ ലാൽ. ഇപ്പോൾ ഉദാഹരണത്തിന് തൃശ്ശൂർ പൂരം, ഗവൺമെന്റ് ആദ്യം തൃശ്ശൂർ പൂരം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? താങ്കളുടെ രാഷ്ട്രീയ പാർട്ടി തന്നെ ഇറങ്ങി ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സർക്കാർ അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തും. അതുകൊണ്ട് ഗവൺമെന്റ് അതിനകത്ത് ഡിപ്ലോമസി കലർത്തി അവസാനം ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിച്ചെടുത്തു. പലതും പറയുമ്പോ നമുക്ക് പറയാമെങ്കിൽ, പക്ഷെ ഞാൻ പറഞ്ഞ കൂടിയാലോചന ഒരുമിച്ച് തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ മാറ്റി നിർത്തുമ്പോഴത്തേക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ പോലും കേരളത്തിൽ മാറ്റി നിർത്തിയിട്ടുള്ളത് 80% അല്ല 20% മാത്രം സർക്കാരിന് കൺട്രോളാണ് ഡോക്ടർമാരിലുള്ളത്. 100% പേരിൽ IMA ഉണ്ട്. IMA 3-ാം ദിവസം പുറത്തിറക്കി വിട്ടു. എന്തിനാണ് ഗവൺമെന്റ് ഒറ്റ ക്രെഡിറ്റ് അടിക്കുക? അത് നടക്കില്ല. വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്ക് നമ്മൾ ഒറ്റയ്ക്കാണോ നോക്കുന്നത്? അല്ലെങ്കിൽ തീ പിടിക്കുമ്പോൾ വീട്ടിന് എതിർവശത്ത് താമസിക്കാൻ ഒരുപക്ഷെ നമ്മുടെ ശത്രുവാണെങ്കിൽ ആദ്യം അയാളെ വിളിക്കില്ലേ? ഇതങ്ങനല്ലേ? സഹകരിപ്പിക്കേണ്ട മുഴുവൻ പേരെ മാറ്റി നിർത്തി ആ ഒരു പരാജയമുണ്ട്. അതിനകത്ത് നിന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്ക് ഇൻക്ലൂസീവ് ആയിരിക്കണം. നമുക്ക് ഈ ഗുരുവായൂരായാലും ശബരിമലയൊക്കെ ആയാലും എല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ട് സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ഗവൺമെന്റ് ഒറ്റ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഒപ്പിടുന്ന ഗവൺമെന്റ് ആയിരിക്കും. പക്ഷേ ഇതൊരു കൂട്ടായ്മ വേണ്ടേ? ഇത് പ്രത്യേകിച്ച് ഒരു കലാമിറ്റി വരുമ്പോൾ വെള്ളപ്പൊക്കം വന്നാലും ഇതുപോലത്തെ പാൻഡമിക് വന്നാലും ഗവൺമെന്റിന് ഒറ്റ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ട്രാൻസ്പോർട്ടിന്റെ ഉദാഹരണം പറയാറുള്ളത്. SSLC പരീക്ഷ വേണ്ടെന്ന് വെക്കുന്നില്ല, +2 പരീക്ഷ വേണ്ടെന്ന് വെക്കുന്നില്ല, അതുപോലെ ഇലക്ഷന് വേണ്ടെന്ന് വെച്ചിട്ടില്ല എന്നതാണ് ഡോക്ടർ മനുരാജ്. പക്ഷേ ഈ ഒരു നിയന്ത്രണങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവുമോ? ഈ നൈറ്റ് കർഫ്യൂ എന്ന് പറയുന്നത് ഒരു ആചാരമായിട്ട് കണ്ടാൽ മതി. അത് ജനങ്ങളെ ഒന്ന് പേടിപ്പിക്കുക, ഒരു ഭാഗികമായ നിയന്ത്രണം ഉണ്ടെന്ന് അത്രേ ഉള്ളൂ. കാര്യം പകൽ സമയത്താണ് മനുഷ്യർ സഞ്ചരിക്കുന്നത്. മനുഷ്യർ സഞ്ചരിച്ച് കൂട്ടം കൂടുമ്പോഴാണ് കോവിഡ് പരക്കുന്നത്. അപ്പോൾ നിയന്ത്രണം ഒരു എഫക്റ്റീവ് ആകണമെങ്കിൽ പകൽ സമയത്ത് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം. ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ഒന്നും വന്നില്ലെങ്കിൽ ആൾക്കൂട്ടം നിയന്ത്രിക്കാം, അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ ഇത്ര ശതമാനത്തിൽ കൂടുതൽ. ഇപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കൊച്ചിയിൽ പോയി നോക്ക്, ഇരിക്കാൻ സ്ഥലമില്ല. കാര്യം ജനങ്ങൾക്ക് ഈ ഇതെല്ലാം കണ്ടു മടുത്തിട്ട് അവർ 100% പഴയ പോലെ ആകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ നൈറ്റ് കൊണ്ടുവരുമ്പോൾ എന്താ, പകൽ ഓടി നടന്നവർ വീട്ടിൽ രാത്രി ഇരിക്കുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ട് 10 മുതൽ 4 വരെ, 10 മണിക്ക് ശേഷം 4 മണി വരെ ആരാ പുറത്തിറങ്ങുന്നത്? അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കർഫ്യൂ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗികമായ സംഭവങ്ങൾ കൊണ്ടൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. പകൽ സമയങ്ങളിൽ നിയന്ത്രണം വേണം. ആവശ്യമില്ലാത്ത പലതും തൽക്കാലത്തേക്ക് കുറച്ച് നാൾ അടച്ചിടേണ്ടി വരും. ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഈ ബാറുകൾ, മാളുകൾ, പല സാധനങ്ങൾക്കും റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ കേരളത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ ഇനി ഒരു 25,000 ആകുമ്പോൾ നേരം വെളുത്ത് ഇതങ്ങോട്ട് ഷർട്ട് ഇടുന്ന പോലെയല്ല. ഇപ്പോഴേ ഒരു അല്പസ്വല്പം നിയന്ത്രണം വെച്ചാൽ ഒരു 3-4 ആഴ്ച കൊണ്ട് കയ്യിൽ പിടിച്ച് നിർത്താവുന്നേ ഉള്ളൂ. 2ാം തരംഗം എന്തായാലും വരും. അതിനെ ഒന്ന് പരത്തിയെടുത്താൽ അധികം ജീവഹാനി ഇല്ലാതെ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് എന്തൊക്കെ നമ്മൾ ചെയ്താലും ഒരു 6 മുതൽ 8 ആഴ്ച വരെ ഇതിന് ഒരു ഡ്യൂറേഷൻ ഉണ്ടാകണം. 2 മാസത്തെ ഡ്യൂറേഷൻ ഉണ്ടാകും. ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇത് എല്ലാം തീർന്ന് എല്ലാവർക്കും വാക്സിനേഷൻ കിട്ടുമ്പോഴത്തേക്ക് 2 വർഷമാകും. ആദ്യം തുടക്കത്തിലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞതാണ് മ്യൂട്ടേഷനും മറ്റും വന്നാൽ 2 വർഷത്തെ കാര്യമായിരിക്കും. ഏകദേശം ആ രീതിക്കാണ് പോകുന്നത്. കാര്യം ഇന്ത്യ 7% വാക്സിനേഷനിൽ നിൽക്കുകയാണ്. ഒരു 30-35% വാക്സിനേഷനിൽ എത്തണമെങ്കിൽ തന്നെ ഡിസംബർ ആകും.
അങ്ങനെ ഒരു 1/3 പോപ്പുലേഷൻ വാക്സിനേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച പിടിയിൽ എന്തെങ്കിലും അത് ഈ വേരിയൻറ്റുകൾ വാക്സിനിന് അധീനമായിട്ട് പോകില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. അതായത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ഡിസംബറോട് കൂടിയെങ്കിലും വാക്സിനേഷൻ കൊണ്ട് പിടിച്ചു നിർത്താവുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ അനാസ്ഥ കൊണ്ട് കളയാൻ. മാത്രമല്ല വാക്സിനേഷൻ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ വാക്സിൻ 1ാം ഡോസ് എടുക്കാൻ പോയ സമയത്ത് അവിടെ ആകെ വന്നത് ഏപ്രിൽ 1-ാം തീയതി 45 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആ ഒരു ഇതിനകത്ത് ഏപ്രിൽ 1-ാം തീയതി പോയിട്ടും അതുവരെ 8 പേരാണ് അവിടെ, അതായത് എറണാകുളം മെഡിക്കൽ കോളേജിൽ. അല്ല, വാക്സിൻ ഹെസിസ്റ്റൻസിക്ക് സോഷ്യൽ മീഡിയ ഒരു വലിയ ഫാക്ടറാണ്. കാര്യം ആയിരക്കണക്കിന് പേർക്ക് വാക്സിൻ ആളുകൾക്കൊരു തോന്നലുണ്ട് ഇതുകൊണ്ടൊന്നും കാര്യമില്ല, വാക്സിൻ എടുത്തവർക്കും വരും. അല്ല, അത് ഇന്നും കൂടി വരുന്ന വഴിക്ക് ഒരാൾ ചോദിക്കുക ഈ വാക്സിൻ എടുക്കുന്നതിൽ വല്ല കാര്യം. അപ്പോൾ അവരോടൊക്കെ എന്താ ഉത്തരം പറയുക? കാര്യം വാക്സിൻ എടുത്താൽ ജീവിച്ചിരിക്കും, വാക്സിൻ എടുത്തില്ലെങ്കിൽ ഗുരുതരമായ അസുഖമൊന്നും മരിക്കുമെന്ന് വാട്സാപ്പിൽ കണ്ടില്ലെന്ന് ചോദിക്കും. അല്ല, അതാ പറഞ്ഞ സോഷ്യൽ മീഡിയ കോവിഡ് പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ വിള്ളൽ തന്നെയാക്കി. അത് ആദ്യകാലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിലും പയ്യെ ഒരു കോൺസ്പിറസി തിയറി, വാക്സിൻ ഹെസിസ്റ്റൻസി ഇന്ത്യയിൽ ഇത്രയും വരുമെന്ന് ആരും വിചാരിച്ചില്ല. ഇന്ത്യ ഒരു സാധാരണ രാജ്യമാണ്, ചികിത്സ ഇല്ലാത്തതുകൊണ്ട് ഓടിപ്പോയി എല്ലാവരും വാക്സിനേഷൻ എടുക്കുമെന്ന് വിചാരിച്ച് ഇന്ത്യയിൽ വാക്സിനുള്ളപ്പോൾ ആൾക്കാർക്ക് വേണ്ട, ഇപ്പോൾ ആൾക്കാർക്ക് വേണമെന്നുള്ളപ്പോൾ വാക്സിനില്ല. ഇപ്പോൾ വാക്സിൻ സ്റ്റോക്ക് ഇല്ലാത്തപ്പോൾ എടുക്കാൻ ആൾക്കാരുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ 2ാം തരംഗത്തിലാണ് പേടിച്ച് ഈ പുറകിൽ നിന്നവരൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇനി വാക്സിൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു അനാസ്ഥ അതിലുണ്ട്. പിന്നെ വാക്സിൻ ഹെസിസ്റ്റൻസിക്ക് സോഷ്യൽ മീഡിയയും ഒരു ബൂസ്റ്റ് കൊടുത്തു എന്ന് തന്നെ പറയാം. ഡോക്ടർ ഷമീർ, ഈ 2 മാസത്തേക്ക് ഈ 2ാം വ്യാപനം വരികയാണ് എങ്കിൽ മറ്റ് അസുഖങ്ങളുടെ കുറവുണ്ടാകുന്നില്ല എങ്കിൽ, നമ്മൾ 1ാം വ്യാപനത്തിൽ കണ്ടത് ഓർമ്മയുണ്ടല്ലോ, പെട്ടെന്ന് മറ്റസുഖക്കാരുടെ എണ്ണം തുലവും കുറയുകയാണ് അല്ലേ ചെയ്യുന്നത്. അത് പക്ഷേ ആശുപത്രികളിലേക്ക് വരാനുള്ള ഭീതി കൊണ്ട് പിന്നെ ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അതുകൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ആ ഘട്ടത്തിൽ. എന്തായാലും കഴിഞ്ഞ തവണ അത്രയധികം തിരക്കുണ്ടായിരുന്നില്ല ആശുപത്രികളിൽ. ഇത്തവണ അങ്ങനെയല്ലല്ലോ, നമ്മൾ ലോക്ക്ഡൗണിലേക്ക് പോകാതെ ഡയറക്റ്റാണ് പോകുന്നത്. അപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ 2ാം വ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ശ്വാസതടസ്സമാണ് പ്രധാനപ്പെട്ട സിംറ്റമായി വരുന്നതെങ്കിൽ എങ്ങനെയാണ് മെഡിക്കൽ സെൻ്ററുകൾ ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? തീർച്ചയായും പ്രതിസന്ധി തന്നെയാണ്. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ഡെസ്പറേറ്റ് ആയിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, കാരണം എന്തായാലും നമ്മൾ ഈ ക്രൈസിസിനെ നേരിട്ടേ പറ്റൂ. അപ്പൊ ഇപ്പം മുതൽ ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പുതിയ സ്ഥലം കണ്ടെത്തുക തന്നെയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പുതിയ ബ്ലോക്ക് ഇനാഗുറേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിനെ മൊത്തമായിട്ട് പിന്നെ ഓക്സിജൻ ലൈനുകൾ ഫിറ്റ് ചെയ്തിട്ട് കോവിഡ് ഹോസ്പിറ്റലിലേക്കാക്കി മാറ്റാനുള്ള ശ്രമമാണ്. അപ്പൊ നമ്മൾ കണ്ടെത്തിയേ പറ്റും. ഒരു വശത്ത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു, വാക്സിനേഷൻ പറ്റുന്ന രീതിയിൽ അഗ്രസീവ് ആക്കുന്നു. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുകളെ പരമാവധി രീതിയിൽ ശക്തി കൂട്ടുക എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെ നടക്കുള്ളൂ. അപ്പം അതിനുവേണ്ടി എല്ലാവരും തയ്യാറാവുക. ഇപ്പൊ ഡോക്ടർമാർ എന്നുള്ള നിലക്ക് ഞങ്ങളാണെങ്കിലും പിന്നെ ബാക്കിയുള്ള സ്റ്റാഫ് ആണെങ്കിലും നമ്മൾക്ക് നിരാശരായിരിക്കാനുള്ള ഒരു സാവകാശം നമുക്കിപ്പോൾ ഇവിടെ ഇല്ല. കാരണം നമ്മളിപ്പോ ഒരു യുദ്ധം മുമ്പിൽ കാണുന്ന സമയമാണ്. അപ്പം ആ രീതിയിൽ തന്നെ അതിനെ കാണുക. പരമാവധി സൗകര്യങ്ങൾ ഇപ്പൊ ഗവൺമെന്റും ഇപ്പൊ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് അഗ്രസീവായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള മീറ്റിങ്ങുകളും അതിനുള്ള സാധനങ്ങളും പിന്നെ പല രീതിയിൽ പല ഫണ്ട് ഉപയോഗിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പിന്നെ പുതിയ കട്ടിലുകളും പിന്നെ ഇതൊക്കെ ഇപ്പൊ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അപ്പൊ അവിടെ ഓക്സിജൻ സ്ഥാപിക്കുക, മാക്സിമം നമുക്ക് ഇപ്പൊ വെന്റിലേറ്ററി സപ്പോർട്ട് വേണ്ടുന്നതാണെങ്കിൽ അതിനുള്ള കുറച്ച് എക്യുപ്മെന്റ്സ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. കാരണം നമുക്കിപ്പോ കഴിഞ്ഞ തവണ വേവ് വന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ അന്താളിച്ച് നിൽക്കുകയായിരുന്നു. കാരണം എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കണ്ട, എങ്ങനെ ഓക്സിജൻ കൊടുക്കണം, ഇവർക്ക് ട്യൂബ് ഇടണോ അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യണോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ആകെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് നല്ല പേടിയും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലമായി ഇത്രയും ആളുകളെ കണ്ടു, നമുക്ക് തന്നെ ഏതാണ്ട് ഒരു രീതി മനസ്സിലായി, എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നന്നായി വശം വന്നു. അതുകൊണ്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും, കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഒന്നിച്ചു വരികയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഈ ക്രൈസിസിനെ മറികടക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഡോക്ടർ ലാൽ, നേരത്തെ മനുരാജ് പറഞ്ഞ കാര്യം, ഇപ്പോൾ കോവിഡ് ബാധിച്ചവർക്ക് തൊട്ടടുത്ത മാസം തന്നെ കോവിഡ് ബാധ വരുന്നു. 1, 2 വാക്സിൻ 2 തവണ എടുത്തവർക്ക് 2 ഡോസ് എടുത്തവർക്ക് പോലും ബാധിക്കുന്നു. അതങ്ങനെ നേരത്തെ പറഞ്ഞതാണല്ലോ. 30%, 70% ഇതിൻ്റെ ഒരു ഫലസിദ്ധി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. 30% ആളുകൾക്ക് വീണ്ടും വരാമെന്നുള്ളത്. അപ്പോൾ ഈ 2ാം വ്യാപനത്തിൽ മനുരാജ് പറഞ്ഞൊരു കാലം തന്നെ ആയിരിക്കുമോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതോ കോവിഡ്
ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഉൾക്കൊണ്ട് ജീവിക്കുകയാണോ ചെയ്യേണ്ടത്? അതായത് എന്നും ഉണ്ടാവും നമ്മുടെ കൂടെ അത് കോവിഡ്. മാത്രമേ വഴിയുള്ളൂ. എന്നും ഉണ്ടാകണമെന്നില്ല. ഇപ്പൊ സാഴ്സ് നമ്മൾ 2 വർഷം ഉണ്ടായിരുന്നു, വാക്സിന് കണ്ടുപിടിച്ച് വന്നപ്പോഴേ സാഴ്സ് പോയി കഴിഞ്ഞു. അപ്പൊ അത് ചിലപ്പോൾ ഇതിൽ സംഭവിക്കണമെന്നില്ല. പക്ഷെ മനുരാജ് പറഞ്ഞ ഏതാണ്ട് കൃത്യമായിട്ടുള്ള ഇതാണ്. ഇതൊന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല. ഈ ശാസ്ത്രജ്ഞരും വിദഗ്ധരും ഒക്കെ കൂടെ ചേർന്ന് ഒരു പൊതുവായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അഭിപ്രായം വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ അതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ വാക്സിൻ ഇപ്പൊ 100% ഫലപ്രാപ്തി ഇല്ല, അല്ലെങ്കിൽ വാക്സിൻ എടുത്താലും വരാമെന്നൊക്കെ പറയുമ്പോഴും വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ വരുന്ന രോഗത്തിന്റെ കാഠിന്യം കുറവാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നെ ഇത് ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന കാര്യം പറയുന്ന പോലെയാണ്. ഹെൽമെറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ അപകടം പറ്റിയാൽ ചിലപ്പോൾ ബാക്കി ഉണ്ടാകില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ആയുഷ്കാലം കട്ടിൽ നിശ്ചലനായി കിടന്നു പോകും. ഹെൽമെറ്റ് ഉണ്ടായാലും അപകടം പറ്റില്ലെന്ന് ചോദിച്ചാൽ ഹെൽമെറ്റിന്റെ പുറത്തുള്ള വണ്ടി കയറി ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ സുരക്ഷിതത്വം കൂടുതലാണ്. ഹെൽമെറ്റ് ഉണ്ടെങ്കിലും ചിലപ്പോൾ അപകടം. ഈ ട്രോളുകൾ പറയുന്നത് ഹെൽമെറ്റിന്റെ കഥ അല്ല ഡോക്ടർ എസ് ലാൽ. കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് ഹാപ്പി മാരീഡ് ലൈഫ് വാഗ്ദാനം ചെയ്യുമല്ലോ ആളുകൾ. അല്ല, ഞാനത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിഷയത്തിൽ തന്നെ പറഞ്ഞതാണ്. ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ സുരക്ഷിതത്വം കൂടുതലാണ്. ഹെൽമെറ്റ് വെച്ചാലും ചിലപ്പോൾ മരിച്ചു പോകാം. പക്ഷെ ഹെൽമെറ്റ് വെക്കുന്നവരാണ് കൂടുതലും മരിക്കാതിരിക്കുന്നത്. ആ ഒരു കണക്കിലെടുക്കുക. അല്ല, നമ്മളൊരു കുട പിടിക്കുന്നു, അതുപോലെയാണ്. അപ്പൊ നമ്മള് കുടയില്ലെങ്കിൽ പൂർണ്ണമായും നനയും, കുട ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തിരി നനഞ്ഞെന്ന് വരും. അപ്പൊ കുടയില്ലാതെ കഴിഞ്ഞാൽ പൂർണ്ണമായും നനയും. അതുപോലെയാണ്. അപ്പൊ നമ്മളിപ്പോ വാക്സിനിലൂടെ രോഗബാധയിലൂടെ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയിലൂടെ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി സാധ്യമാകാൻ എത്ര കാലം? അത് ഈ പറയുന്ന പോലെ വാക്സിന്റെ അവൈലബിലിറ്റി എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ജനങ്ങൾ എത്രത്തോളം, ഒരു 60-70% പേരിലേക്ക് ഇത് രണ്ടും കൂടെ ചേർന്ന് വന്നാൽ മാത്രമേ ഹെർഡ് ഇമ്മ്യൂണിറ്റിയിലേക്കുള്ള യാത്ര സഫലമാകുകയുള്ളൂ. പക്ഷെ ഈ പറഞ്ഞതുപോലെയാണ് നമ്മുടെ റിസോഴ്സസും നമ്മുടെ വാക്സിൻ അവൈലബിലിറ്റിയും പിന്നെ വാക്സിനുകളുടെ വിശ്വാസ്യത. ചില നാടുകളിൽ ഉപയോഗിക്കുന്ന വാക്സിൻ പ്രത്യേകിച്ച് കാര്യമൊന്നും തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടില്ലായിരിക്കും. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ നേരത്തെ മറ്റേ ഡോക്ടർ പറഞ്ഞതുപോലെ എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. നമ്മൾ ഇതൊക്കെ മറികടക്കില്ലേ. നമ്മൾ ഒരു 50 കൊല്ലം മുമ്പ് ഈ അസുഖം വന്നെങ്കിൽ ഈ ലോകത്തിലിപ്പോൾ വളരെ കുറച്ചൊരു അവശേഷിക്കുകയുള്ളായിരുന്നു. പക്ഷെ നമ്മൾ വാക്സിനൊക്കെ ആഴ്ചകൾ കൊണ്ട് നമ്മൾ വാക്സിൻ എത്തി, അതിന്റെ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് മാസങ്ങൾ കൊണ്ട് അത് മനുഷ്യരിലേക്ക് കുത്തിവെക്കാവുന്ന അവസ്ഥയിലെത്തി. ഇപ്പോൾ സാഴ്സിന്റെ വാക്സിൻ 2 വർഷം എടുത്തെങ്കിൽ 2-3 മാസങ്ങൾ കൊണ്ട് വാക്സിൻ നമ്മുടെ കയ്യിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ ദശാബ്ദങ്ങൾ കൊണ്ടുണ്ടായിരുന്ന വാക്സിൻ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് എത്തുകയായിരുന്നു. മാത്രമല്ല, ഈ മരുന്നുകളുടെ കാര്യത്തിലൊക്കെ ഗവേഷണം നടക്കുന്നുണ്ട്. ചിലപ്പോൾ മരുന്നുകളൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഒരു ടൂളും കൂടെ നമുക്ക് രോഗത്തെ കൈകാര്യം ചെയ്യാനായിട്ട്. ഇതൊക്കെ പറയുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് എല്ലാം നമുക്ക് സാമൂഹ്യ അകലവും മാസ്കും കൈ കഴുകലും ക്രൗഡിൽ പോകാതിരിക്കും. എല്ലാ ടൂളും വന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റൂ, ഹേർഡ് ഇമ്മ്യൂണിറ്റി പ്രതീക്ഷിക്കാൻ പറ്റൂ. ഹെർഡ് ഇമ്മ്യൂണിറ്റി അല്ല, ഹെർഡ് ഇമ്മ്യൂണിറ്റി വാക്സിനേഷൻ നമുക്ക് 60%-ൊക്കെ മുകളിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ഹെർഡ് ഇമ്മ്യൂണിറ്റി എന്നാൽ തന്നെ ഇത് വാക്സിൻ കിട്ടാത്ത നാടുകൾ കാണും. അവിടേക്ക് നമ്മൾ യാത്ര ചെയ്യും. യാത്രയൊക്കെ തുടങ്ങുമ്പോൾ വീണ്ടും ആ പ്രശ്നങ്ങളൊക്കെ അവശേഷിക്കും. പക്ഷെ ഒരു മരുന്നും കൂടി വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അസുഖം വന്നവരെയും കൂടെ ചികിത്സിച്ച് പെട്ടെന്ന് ഭേദമാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് കുറെ കൂടെ കുറയും. ഈ മഹാമാരിയെ അഴിച്ചുവിട്ട ചൈന പിന്നീട് അത് കണ്ടെയ്ൻ ചെയ്തു കംപ്ലീറ്റ് ആയിട്ട്. ഇതാ ഇപ്പോൾ അവർ ഡബിൾ ഡിജിറ്റ് എക്കണോമിയിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോക്ക്ഡൗൺ സാധ്യമല്ല എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നതിൻ്റെ കാര്യം നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടി. 1 വർഷം ലോക്ക്ഡൗണിനും അതിനനുബന്ധിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളും ഉള്ളതുകൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യ അടക്കമുള്ള വികസ്വര രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഇനി എന്ത് സംഭവിച്ചാലും സാധ്യമല്ല എന്നാണോ ആനന്ദ് മനസ്സിലാക്കുന്നത്? ഇനിയിപ്പോൾ ഒരു ലോക്ക്ഡൗൺ സാധ്യമല്ല. കാരണം കഴിഞ്ഞ ലോക്ക്ഡൗണിൽ തന്നെ ജനജീവിതം സ്തംഭിച്ച് ജനങ്ങൾക്കുണ്ടായ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒത്തിരി ആൾക്കാർ വഴികളിൽ കൂടെ നടന്ന്, ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ കൂടെയും പട്ടണങ്ങളിൽ കൂടെയും നടന്ന് തന്നെ വഴികളിൽ യാത്രാമധ്യേ തന്നെ അവരുടെ ജീവൻ പൊലിഞ്ഞ പല സംഭവങ്ങളും ഉണ്ടായി. അപ്പോൾ ഒരു ലോക്ക്ഡൗൺ ഇനി പ്രഖ്യാപിക്കുക എന്നുള്ളത് തീർത്തും അസംഭവ്യമായ ഒരു കാര്യമാണ്. പലായനം തുടങ്ങി, ഡൽഹിയിലൊക്കെ അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. അതെ. പക്ഷേ എനിക്ക് ഒരു സംശയമുള്ളത്, ഇവിടെ ഈ പാനലിൽ ഇത്രയും ഡോക്ടർമാരുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു സംശയമുണ്ട്. ഹേർഡ് ഇമ്മ്യൂണിറ്റിയുടെ കാര്യം പലതവണ പറയുന്നത് കേട്ടു. പക്ഷേ ഈ സീറോ സർവേ നടന്ന സംസ്ഥാനങ്ങൾ, അത് എനിക്ക് തോന്നുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി വരാത്തത് കാരണം കേരളത്തിൽ വളരെ കുറച്ച് പേർക്കേ ഇത് വന്നിട്ടുള്ളൂ. 10-12% ആൾക്കാർക്ക് ഇത് വന്നു പോയിട്ടുള്ളൂ. പക്ഷേ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ നടന്ന സീറോ സർവേയുടെ റിസൾട്ട് എന്ന് പറയുന്നത് അവിടെയൊക്കെ ഏകദേശം 50%-40% ഒക്കെ ആൾക്കാർക്ക് വന്നിട്ടുണ്ടെന്നാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവിടെയൊന്നും ഹേർഡ് ഇമ്മ്യൂണിറ്റി വരാത്തതും അവിടെയൊക്കെ ആൾക്കാർക്ക് വീണ്ടും ഇതുപോലെ വലിയ തോതിൽ വീണ്ടും കോവിഡ് വരുന്നതും എന്തുകൊണ്ടാണെന്ന് മാത്രം. കേരളത്തിലെ ഈ രോഗബാധ കൂടിയ ഘട്ടത്തിൽ
വന്നിരുന്ന ഒരു വിശകലനം അതായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിനെ ആ നിലയിലാണ് വിശകലനം അതെ. അപ്പൊ ഇപ്പോഴത്തെ ഈ ഇത് രണ്ടാമത്തെ ഈ ജനിതക മാറ്റം വന്ന കോവിഡ് കൊണ്ട് മാത്രമാണോ ഈ വീണ്ടും ഈ രണ്ടാം തരംഗം? അത് ആ ഒരൊറ്റ റീസണിങ് മാത്രമാണോ? മനുരാജ് മറുപടി പറയും. ഹെർഡ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു ലോകവ്യാപകമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ട് വന്നിട്ട് ഒരു 60% അല്ലെങ്കിൽ 65% പേര് ഇമ്മ്യൂൺ ആയിക്കഴിഞ്ഞാൽ ഇത് നിലനിൽക്കില്ല, ഇത് കൊളാപ്സ് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു ഇരുന്നത്. അന്ന് നമ്മുടെ മുന്നിലുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഇൻഫെക്ഷൻ വന്നാൽ അയാൾക്ക് വീണ്ടും വരില്ല, അല്ലെങ്കിൽ വന്നിട്ടില്ലാത്ത ആൾക്ക് പിന്നെ വരാനും പോകുന്നില്ല. അങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ളൊരു ചിന്താഗതിയായിരുന്നു. അപ്പോഴാണ് നമ്മൾ സീറോ സർവൈലൻസ് സ്റ്റഡി കൊണ്ടത്. ഈ സീറോ സർവേക്ക് എല്ലാം ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കണക്കിൻ്റെ കളിയാണ്. 5% എററുള്ള ഒരു സീറോ സർവേയും 10% എററുള്ള സീറോ സർവേയും ആനയാടുന്നുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഡൽഹിയിൽ പല സമയത്തും സർവേ നടത്തിയിട്ട് 24-നും 30-നും ഇടയ്ക്കൊക്കെ ആൾക്കാർ ഇമ്മ്യൂണാണ്, അതായത് ഇൻഫെക്ഷൻ വന്നു എന്ന് പറഞ്ഞ കണക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത 3 മാസത്തിൽ ഹെർഡ് ഇമ്മ്യൂണിറ്റി വരേണ്ടതാണ്. പക്ഷേ ആ സീറോ സർവേകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ടാമത്തെ ഒരു വേവ് വരുമ്പോൾ 2 കാര്യങ്ങൾ സംശയിക്കാം. ഒന്നുകിൽ സീറോ സർവേകൾ ടോട്ടലി റോങ് ആയിരുന്നു, അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള വേരിയന്റ് വന്ന് മുൻപ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവരെ വീണ്ടും ഇൻഫെക്ട് ചെയ്തിട്ടുണ്ട്. ഈ സീറോ സർവേ നടത്തുമ്പോൾ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്, എൻ്റെ മേലൊരു പരിശോധന നടത്തിയാൽ എനിക്ക് കോവിഡ് വന്നു പോയ ആളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുമോ? ആൻറ്റിബോഡി നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നികേഷ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീറോ സർവേയിൽ പിക്ക് ചെയ്യും, ഇല്ലാതെ വരും. ഇപ്പോൾ T-സെൽ മീഡിയേറ്റഡ് ആയിട്ടാണ് ആ കോവിഡ്, അതായത് കോവിഡ് ബാധിച്ച എല്ലാവർക്കും ആൻറ്റിബോഡി ലെവലുകൾ വരണമെന്നില്ല. അവിടെയാണ് അതിൻ്റെ ആദ്യത്തെ ഒരു ഹോൾ വരുന്നത്. പിന്നീട് ഈ ആൻറ്റിബോഡി ലെവൽ വളരെ കുറവാണെങ്കിലും അതിൽ പിക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ ടെസ്റ്റിന് ഫോൾസ് പോസിറ്റിവിറ്റി വരും. അപ്പോൾ ഈ സീറോ സർവേകൾ കണ്ണടച്ച് വിശ്വസിക്കാൻ ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കുള്ളൂ. കോവിഡിൻ്റെ കാര്യത്തിൽ സീറോ സർവേകൾ അപ്പാടെ പരാജയമായിരുന്നു. അത് സ്പെയിൻ തൊട്ട് UK-ലാട്ടെ US-ലാട്ടെ എവിടെയൊക്കെ എന്തൊക്കെ കണക്ക് അത് നോക്കി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സെക്കൻഡ് വേവിൽ കൊളാപ്സ് ചെയ്തു. അപ്പോൾ സീറോ സർവേ അടച്ചു വെച്ചിട്ട് ഹെർഡ് ഇമ്മ്യൂണിറ്റി ബൈ വാക്സിൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ഇപ്പോൾ ഇന്ത്യ 8% വാക്സിനേറ്റ് ചെയ്യുന്ന ഇന്ത്യ ഒരു 30-40% വാക്സിനേറ്റഡ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഹെർഡ് ഇമ്മ്യൂണിറ്റി കുറിച്ച് സംസാരിക്കാൻ തന്നെ ഉള്ളൂ. നമ്മൾ ഹെർഡ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കാനുള്ള സമയം പോലും ആയിട്ടില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇസ്രയേലിനത് പറയാം, കാര്യം ഇസ്രയേലിൽ 3-2 ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്തു. UK-ക്ക് പറയാം, ഇന്ത്യക്ക് അത് പറയാനുള്ള സമയമായിട്ടില്ല. ഡോക്ടറെ അതേക്കുറിച്ചൊരു 30 സെക്കൻഡിൽ. ഇത് തന്നെയാണ്, നമുക്ക് ഈ സീറോ സർവേലൻസിന്റെ വെളിച്ചത്തിൽ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല. അതിനകത്ത് ശരിതെറ്റുകളെ പറ്റി അന്വേഷിക്കേണ്ടി വരും. പക്ഷെ ഈ പറഞ്ഞതുപോലെ വാക്സിൻ നമുക്ക് ലഭ്യമാവുകയും വാക്സിൻ എല്ലാവരും എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റ് നമ്മൾ സോഷ്യൽ വാക്സിൻ എന്ന് പറയുന്ന മറ്റ് മുൻകരുതൽ എടുക്കുകയും ചെയ്യുകയാണ്. ഒരുപക്ഷെ ഒരു മരുന്നും കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. നമുക്ക് ആശിക്കാം അങ്ങനെ സംഭവിക്കട്ടെ. പക്ഷെ ഇതിനകത്ത് ഉത്തരവാദിത്വം ഗവൺമെന്റ് തൊട്ട് എല്ലാ പൗരന്മാർക്കും ഒരുപോലെയാണ്. നമുക്ക് പലപ്പോഴും പറ്റുന്നതാണ്, ഇത് അസുഖം വരുന്നത് അപകടം വരുന്നത് മറ്റൊരാൾക്കാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമുക്ക് തന്നെയാണ്. വളരെ നന്ദി ഡോക്ടർ SS ലാൽ, ഒപ്പം തന്നെ ഡോക്ടർ മനുരാജ്, ഡോക്ടർ ഷമീർ, ഒപ്പം തന്നെ ആനന്ദ് കൊച്ചുകുടി, രാജേഷ് പറമക്കാവ് ദേവസ്വം പ്രതിനിധി. വളരെ നന്ദി എഡിറ്റേഴ്സ് അവർ സഹായിച്ചതിന് നന്ദി.